ഈ പരിശുദ്ധ മദ്ബഹായിലേക്ക് നടന്നു വരുന്നതിൻ്റെ മുൻപായി വഴിയിൽ വെച്ച് എത്രയോ പേര് തടഞ്ഞു. എങ്ങോട്ടാ? അങ്ങോട്ടാണോ? എന്നാത്തിനാ? വേണോ വേണോ അങ്ങനെയൊക്കെ ചോദിച്ച് അള്ളിപ്പിടിച്ച് ഇവിടെ കിടക്കുമെന്ന വിചാരം. ലോകം നിനക്ക് തന്നതെല്ലാം എണ്ണി എണ്ണി ഈ ലോകം തിരികെ ചോദിച്ച് പിടിച്ചു പറിച്ച് മേടിക്കും. അമ്മ എന്നോട് എടുത്തടിച്ച് ചോദിക്കുകയാണ്, നീ ദൈവ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ നിന്നെ പിന്നെ എന്തിനു കൊള്ളാം? എന്റെ ദൈവമേ, കരണ്ടടിച്ച പോലെ പെടച്ചില്ല നമ്മള്. അവനെ നിന്ദിച്ച ഒരു പടയാളിയാണ്. അതുപോലെ ക്രിസ്തുവിന്റെ നിന്ദകരും പീഡകരും അവന്റെ ബലിയിൽ അവന് ചുറ്റും നിന്ന് അവനെ വേദനിപ്പിക്കുന്ന ഒരു കൗതുക കാഴ്ചയും മാമാങ്കവുമായി മാറുന്നു പരിശുദ്ധ ബലി. നമ്മളിങ്ങനെ പാപമെന്നും അവശിഷ്ട ഭാഗമെന്നും കർത്താവിന്റെ കോപമെന്നും കരുണയെന്നും ഒക്കെ ധ്യാനിക്കുമ്പോൾ വലിയ ഒരു നിരാശയുടെ അന്തരീക്ഷം ഒരുപക്ഷെ സൃഷ്ടിക്കപ്പെട്ടേക്കാം. എല്ലാം പോക്കടിച്ചു, കാര്യങ്ങളെല്ലാം തലകീഴാണ്, ഒന്നും ശരിയായി പോകുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നുകൂടാം. ഒരുപക്ഷെ അത് ഒരു അസ്വസ്ഥതയായോ എതിർചിന്തയായോ നമുക്കൊരു ഉന്മേഷക്കുറവായോ നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമായോ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരാം. എന്നാൽ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ഈ അവശിഷ്ട ഭാഗത്തിലെ ചില പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന രീതിയിൽ ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ട ചില ഒറ്റപ്പെട്ട വ്യക്തികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് തുടങ്ങാമെന്ന് ഞാൻ കരുതുകയാണ്. ആദ്യമായി തന്നെ അച്ഛന്മാരൊക്കെ പൊളിവാണ്, പറ്റുന്നില്ല ഇവരെ കൊണ്ട് എന്നൊക്കെ നിങ്ങൾ പറയാറില്ല, നിങ്ങളത് പറയാറില്ല. ആരെങ്കിലുമൊക്കെ പറയുന്നൊരു കാലത്താണ് അച്ഛനായി നിൽക്കുന്നത്. ഞാൻ പട്ടം കിട്ടിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. ഈ പരിശുദ്ധ മദ്ബഹായിലേക്ക് നടന്നു വരുന്നതിൻ്റെ മുൻപായി വഴിയിൽ വെച്ച് എത്രയോ പേര് തടഞ്ഞു. എങ്ങോട്ടാ? അങ്ങോട്ടാണോ? എന്നാത്തിനാ? വേണോ വേണോ അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ വല്ലാതെ കുഴയ്ക്കുന്ന സംസാര രീതികൾ ആരും കുറ്റപ്പെടുത്തിയൊന്നും പറയുന്നൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിൽ ഞാൻ പറയട്ടെ, അച്ഛന്മാരുടെ ഇടയിലും ദൈവം വലിയ തിരഞ്ഞെടുപ്പും ഈ അവശിഷ്ട ഭാഗത്തിലേക്കുള്ള ചേർത്തുവയ്പ്പും നടത്തുന്നുണ്ട് ശക്തമായി. ഞാനിത് ഓർക്കുക, ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കൊച്ചച്ഛന്മാർ കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നറിയാൻ മെനക്കെട്ട് നടക്കുന്ന ഒരു കപ്പൂച്ചൻ അച്ഛനുണ്ട്. പേര് ഞാൻ പറയല. ഈ അച്ഛൻ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്, അരുണോദയത്തിൽ ഉണരണം, അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകും. ഇങ്ങനെയൊക്കെ ഞാൻ ഈ അച്ഛനെ ജീവിതത്തിൽ ഒറ്റ തവണ കണ്ടിട്ടുള്ളൂ. എൻ്റെ നമ്പർ തട്ടിയെടുത്ത് പിന്നെ വിളിച്ച് വശത്താക്കി, പിന്നെ രാത്രിയിൽ നേരത്തെ കിടന്ന് രാവിലെ നേരത്തെ ഉണർന്ന് കർത്തൃസന്നിധിയിലിരുന്ന് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ കടപ്പെട്ടവനാണ് എന്ന് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്ന എനിക്ക് പരിചയമില്ലാത്ത ഒരു അച്ഛൻ്റെ കീഴിൽ കുറേ കൊച്ചച്ഛന്മാർ പല നാടുകളിലായിട്ട്. ഇതുപോലെയുള്ള തിരഞ്ഞെടുപ്പുകളും മുന്നേറ്റങ്ങളും ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി നടത്തുന്നു. ഒരു ദിവസം പോലും ഉറങ്ങാൻ ഈ വലിയച്ഛൻ സമ്മതിക്കുകയില്ല. എനിക്ക് പരിചയമില്ലാത്തൊരച്ഛൻ. ഒരു ദിവസം ഉണർന്നില്ലെങ്കിൽ അച്ഛൻ അന്വേഷിക്കും, ഓൺലൈനിൽ മണിയടിക്കും, കാലത്തെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കണം. അവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന ഒരു ജപമാല ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി യാചിച്ച് മിഖായേൽ മാലാഖയോട് മാധ്യസ്ഥം യാചിച്ചാണ് ദിവസം തുടങ്ങുക. ഇത് അച്ഛന് ദൈവം കൊടുത്ത ഒരു വിളിയാണ്. അനേകം വൈദികരാണ് അച്ഛൻ്റെ മുറിയിലിരുന്നു കൊണ്ട് ഇങ്ങനെ സ്വാധീനിക്കുന്നത്. പല കോണുകളിലായി, രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലായി. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഒരച്ഛനെക്കുറിച്ച്, ഈ അവശിഷ്ട ഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം നടത്തുന്ന ചില ശക്തമായ പ്രവൃത്തികൾ. അതുപോലെ തന്നെ ജാഗോ എന്നൊരു പരിപാടി നിങ്ങൾ കേട്ടിരുന്നോ? ജാഗോ ആരെങ്കിലും കേട്ടിരുന്നോ? ജാഗോ കേട്ടിട്ടുണ്ട്? പറയാം. ഇത് ജീസസ് യൂത്ത് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അത് കേട്ടു. ജീസസ് യൂത്ത് പിള്ളേർ ബാംഗ്ലൂർ കഴിഞ്ഞ ദിവസം കൂടി അവരിട്ട പരിപാടി, ആ പരിപാടിക്ക് അവരിട്ട പേരാണ് ജാഗോ. വാ പോവാം, അങ്ങനെയാണെന്നാണ് തോന്നുന്നു. നമുക്ക് ഒരുമിച്ച് കൂടാം എന്നുള്ള ഒരർത്ഥത്തിൽ ജാഗോ എന്നുള്ള ഒരു പരിപാടി. ഇത് ഇവരുടെ കയ്യിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു തിരുശേഷിപ്പ് സഭയെ ഏൽപ്പിക്കുകയാണ്. എനിക്കതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയില്ല. ഇവരെന്തെങ്കിലും ശുശ്രൂഷയ്ക്ക് വിളിച്ച് നമ്മൾ പോകും. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ, രാത്രി 12 മണിക്കൊക്കെയാണ് പിള്ളേർ കുർബാനയ്ക്ക് ചൊല്ലി പ്രാർത്ഥിച്ച് രാത്രിയുടെ യാമങ്ങളിലാണ് ഇവരുടെ പ്രാർത്ഥന പരിപാടികളൊക്കെ. അപ്പോൾ ഞാൻ സെമിനാരിയിലായതുകൊണ്ട് എനിക്ക് ആ സമയത്തൊക്കെ പോകാൻ സൗകര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പോകും ഇവർ വിളിച്ചാൽ. അപ്പോൾ ഈ പിള്ളേരെയൊക്കെ എനിക്ക് കുറേ പേരെയൊക്കെ അറിയാം. ഇവർ ഈ രാത്രിയിലെ ജാഗരണ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ ഒരു പള്ളിയിലേക്ക് കുമ്പസാരിക്കാൻ വിളിപ്പിച്ചേക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ ഇടവപ്പള്ളിയിലെ വികാരിച്ചനെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ ഇതെന്താ പരിപാടി, പിള്ളേർ കുമ്പസാരിപ്പിക്കാൻ വിളിക്കുന്നത്? സാധാരണ അച്ഛന്മാർ വിളിച്ചിട്ടല്ലേ നമ്മളൊരു ഇടവകയിൽ കുമ്പസാരി. അച്ഛൻ ധൈര്യമായിട്ട് ഇങ്ങ് പോര്, ഞാൻ പിള്ളേർക്ക് ഫ്രീഡം കൊടുത്തേക്കാണ്, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. സംഗതി, ഞാൻ പിറ്റേ ദിവസം കുമ്പസാരിപ്പിക്കാനായ ഇടവകപ്പള്ളിയിലെ ഒരു ഹോളിൽ ഇവർ ഈ കുമ്പസാരക്കൂട്ടൊക്കെ ഒരുക്കിയിട്ടിട്ട് വഴിയിൽ വെച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരികയാണ് ഈ ചെറുപ്പക്കാർ പിള്ളേർ കുമ്പസാരിക്കാന്ന് പറഞ്ഞ്. ഇവരുടെ പരിപാടി, ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുശേഷിപ്പ് പല സ്ഥലങ്ങളിൽ കറങ്ങി. ഇവിടെ വന്നോന്ന് എനിക്കറിയില്ല, ഒരു പക്ഷേ ഇവിടെ എനിക്കറിയില്ല. എന്താണെങ്കിലും ഈ കുട്ടികൾ
ഒരു ദിവസം സെമിനാരിയുടെ വാതിൽ മുട്ടുകയാണ്. അച്ഛാ, ഇതൊന്ന് അകത്ത് കയറ്റി വെച്ച് പ്രാർത്ഥിക്കാൻ സമ്മതിക്കുമോ? ആരെയും വിമർശിച്ചുകൊണ്ട് പറയുന്നതല്ല, എൻ്റെ ലക്ഷ്യം ആ പിള്ളേരെക്കുറിച്ച് പറയലാണ്. നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കരുത്. ഈ പിള്ളേർ സെമിനാരിയുടെ വാതിൽ മുട്ടിയത് ഇതും കൊണ്ട് ഇവർക്ക് പള്ളികൾക്കകത്ത് കയറാൻ പെർമിഷൻ കിട്ടാതിരുന്നതുകൊണ്ടാണ്. മുൻകൂട്ടി പറയാതിരുന്നതുകൊണ്ടും പിള്ളേർ പെർമിഷൻ വാങ്ങാതിരുന്നതുകൊണ്ടും ഇത് കയറ്റി വെച്ച് പ്രാർത്ഥിക്കാൻ പിള്ളേർക്കൊരു സ്ഥലം കിട്ടിയില്ല. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ ചെറുപ്പക്കാർ പിള്ളേർ ഇങ്ങനെ കാത്തി നിൽക്കുകയാണ്. ഈ തിരുശേഷിപ്പൊന്നോ കയറ്റി വെച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. സെമിനാരിക്കുള്ളിൽ നമ്മൾ സ്ഥലം കൊടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, പിള്ളേർക്ക് യാതൊരു പരാതികളോ പ്രക്ഷോഭത്തിൻ്റെ ഭാവങ്ങളോ ഒന്നുമില്ല. ആ തിരുശേഷിപ്പ് അച്ഛൻ്റെ കയ്യിലേക്ക് തന്ന് നമ്മൾ അൾത്താരിൽ കൊണ്ടുവച്ച് ഈ പിള്ളേർ ഒരു സൈന്യം പോലെ മുട്ടുകുത്തി നിരന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കരുണയുടെ ജപമാല പ്രഭാതത്തിൽ തന്നെ എവിടുന്നൊക്കെയോ വണ്ടി ഓടിച്ച് ഓടിക്കൂടിയതുപോലെ കുറേ ചെറുപ്പക്കാർ വന്ന് പ്രഭാതത്തിൽ തന്നെ കരുണയുടെ ജപമാല ചൊല്ലി ഈ തിരുശേഷിപ്പിൻ്റെ ആശീർവാദം വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് വിട്ടടിക്കുകയാണ്. ഇത് ബാംഗ്ലൂർ തൊട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഈ തിരുശേഷിപ്പ് കറങ്ങി. അങ്ങനെയാണ് ഇവർ ഒരുമിച്ച് കൂടിയ ജാഗോ എന്ന് പറയുന്ന പരിപാടി. ഇതിൽ എൻ്റെ സെമിനാരിയിൽ നിന്നൊരു ബ്രദർ ബാംഗ്ലൂർക്ക് പോയി. ആള് എന്നെ കണ്ടു പറഞ്ഞു, അച്ഛാ, കുറച്ച് പിള്ളേർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന് നെഞ്ചത്ത് കുരിശും പിടിച്ചുണ്ട്. ഉമ്മാറെ വരവൊന്ന് കാണുമായിരുന്നു അച്ഛാ. മരക്കുരിശും ഇങ്ങനെ കഷത്തി പിടിച്ച് നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ച് ചങ്കൂറ്റത്തോടുകൂടി ഹോട്ടലിലേക്ക് കയറി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടും ഇവന്മാരെ നെഞ്ചത്തുനിന്ന് കുരിശു മാറ്റുന്നില്ല. അവന്മാരുടെ ആ ഒരു ബോധ്യം, അവന്മാർക്ക് കിട്ടിയ ആ ഒരു ഉശിര്, അത് ഈ കണ്ടു നിന്ന ബ്രദറിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. പിള്ളേരുണ്ട്, തീ പിടിച്ചവർ. നമ്മൾ ഈ കാലഘട്ടത്തിലെ യുവതി യുവാക്കൾ പോക്കടിച്ചു എന്ന് പറയരുത്. അവരൊന്നും രണ്ടുമല്ല, ആയിരക്കണക്കിനാണ്. നിങ്ങൾ യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ ഷെക്കീന ചാനലിലും ഗുഡ്നസ് ചാനലിലും ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. സമുദ്രം പോലെ യുവജനങ്ങൾ ദൈവനാമം പ്രകീർത്തിച്ചുകൊണ്ട് ഒത്തുകൂടി വലിയ സൈന്യം പോലെ അവർ അണിനിരുന്ന കാഴ്ച. നമ്മുടെ പിള്ളേരെല്ലാം പോക്കാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെയും ദൈവം ഒരു അവശിഷ്ട ഭാഗത്തെ ദൈവത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്, കത്തുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രഘോഷകൻ്റെ കൂടെ ഒരു കാർ യാത്ര, വളരെ പ്രഭാതത്തിൽ തന്നെ 6:30 മണിക്ക് എൻ്റെ സെമിനാരി ഉള്ളത് ചാലക്കുടിയിലാണ്. അവിടുന്ന് എറണാകുളത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അങ്കമാലിക്ക് മുമ്പായി ഒരു തമിഴ്നാട് ലോറിയുടെ പുറകിൽ തട്ടി ഒരു വൃദ്ധനായ മനുഷ്യൻ റോഡിലേക്ക് തെറിച്ച് വീഴുകയാണ്. മുഖമടിച്ചായിരുന്നു വീഴ്ച. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചോരയൊക്കെ ഇങ്ങനെ ചിതറി, ഹെൽമെറ്റൊക്കെ തെറിച്ച്, ഇദ്ദേഹം മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ മുട്ടയടക്കം എല്ലാം റൂട്ടിൽ ഇങ്ങനെ ചിതറി ഇങ്ങനെ കിടക്കുക. ഇയാൾ പെട്ടയ്ക്കാണ്. കൂടെ ഉണ്ടായിരുന്ന ഈ സുവിശേഷകൻ വേഗം വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. അച്ഛൻ അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. ഉടുപ്പേ ചോര പറ്റുന്നതുകൊണ്ട് അച്ഛൻ പിടിക്കേണ്ടെന്ന് ഉദ്ദേശിച്ച്. എന്നിട്ട് ഈ മനുഷ്യൻ ചുറ്റും നിന്നവരെല്ലാം വിളിച്ച് ആരും തന്നെ തൊടുന്നില്ല. കാരണം ഇത് കേസും ബുക്കാറും ഒക്കെ പിന്നെ ഇതിൻ്റെ പുറകെ പോകണം. അപ്പോൾ ഇയാൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവസാനം ഹിന്ദിക്കാർ 2-3 പേര് വന്ന് ഈ തമിഴ്നാട്ടുകാരൻ മെല്ലെ പരിങ്ങി ലോറിയുടെ സൈഡ് വെച്ച് നിൽക്കുകയാണ്. വേഗം വലിച്ച് വണ്ടിക്കകത്തേക്ക് കയറ്റിയിട്ട് വണ്ടിക്കകത്ത് മുഴുവൻ ചോരയാണ്. ഞാൻ എങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. എല്ലാം ഹോസ്പിറ്റലിലേക്കാണ്. ഞാൻ അടുത്ത ലൈൻ ബസ് പിടിച്ച്, അച്ഛൻ കയറണ്ട, അപ്പം ബാക്കിയുള്ളവരെല്ലാം വണ്ടിക്കകത്ത് തിങ്ങി കയറി. അപ്പോൾ ഞാൻ ലൈൻ ബസ് പിടിച്ച് LF ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ മനുഷ്യനും മുഴുവൻ ചോരയാണ്. അപ്പോൾ ഞാൻ ഉടുപ്പിട്ടിരിക്കുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ ഇരുമ്പഴികളൊക്കെ അവർ തുറന്നു തന്ന് അകത്ത് കയറി കുറച്ച് തുണിയൊക്കെ മേടിച്ച് വണ്ടിയൊക്കെ തുടയ്ക്കാനായിട്ട് ഇതൊക്കെ മേടിച്ച് ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഈ കൊണ്ടുപോയിട്ടിരിക്കുന്ന മനുഷ്യനെ നേരത്തെ ഓർമ്മ വന്ന് ഇയാൾ എന്നെ ഉടുപ്പിട്ട് എന്നെ കാണുകയാണ്. എന്നിട്ട് പറയണം, അച്ഛാ, ഞാൻ CMI അച്ഛന്മാരുടെ കൂടെ അച്ഛന്മാർക്ക് വേണ്ടി ജോലി എടുക്കുന്നൊരു മനുഷ്യനാണ്. ഇദ്ദേഹം പറയാണ്. ഞങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു ആശീർവാദമൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറി. വണ്ടിയുടെ ബ്ലഡൊക്കെ തുടച്ച് ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറേ സമയങ്ങൾക്ക് ശേഷം അവരുടെ കുടുംബത്തെയൊക്കെ വന്ന് അത് ഏൽപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും നമുക്ക് ചെയ്യേണ്ട ഒരു പണിയുണ്ടായിരുന്നു. അത് വൈകി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്നാ സുവിശേഷം പറഞ്ഞിട്ട് എന്താ കാര്യം വെച്ചാൽ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ഈ മനുഷ്യൻ പറയാം. അതിൻ്റെ അടുത്ത കാര്യങ്ങൾ, ആ ചെറിയ വേളയ്ക്കിടയിൽ നടന്ന ചില വിശ്വാസ പകർച്ചകൾ. പല മതക്കാരാണ് വണ്ടിക്കകത്ത് കയറിയിരുന്നത്. ഇയാൾ പെടയ്ക്കുന്നുണ്ടപ്പോൾ പുറകിരിക്കുന്നവരുടെ ചങ്കിടിച്ച് ഇത് പെടലിക്കാവോ? ഈ സുവിശേഷകൻ അവരോട് പറഞ്ഞു, എൻ്റെ വണ്ടിയിൽ ആ മനുഷ്യനെ കയറ്റിയത് ഈശോയാണ്. ഞാൻ കൃത്യസമയത്ത് അവിടെ വന്ന് എൻ്റെ വണ്ടിയിലേക്ക് അയാൾ കയറാൻ തീരുമാനസായത് ഈശോയാണ്. ഇയാൾക്ക് വല്ലതും പറ്റിയാൽ നമ്മുടെ പെടലിക്കാവില്ലേ? ആയിക്കോട്ടെ, എൻ്റെ മേലെ കേസ് വേണം വന്നോട്ടെ. ഞാൻ ആശ്രയിക്കുന്നത് ഈ ഈശോയിലാണ്. ഈശോ ഈശോ എന്ന് ഇയാൾ ആവർത്തിച്ച് പല മടങ്ങ് പറഞ്ഞപ്പോൾ അടുത്തിരുന്ന അക്രൈസ്തവനായ ഒരു മനുഷ്യൻ അവൾ തൂക്കിയിട്ടിരുന്ന കൊന്തയിലേക്ക് കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് വേണം. വിശ്വാസ പകർച്ച. ദൈവം തിരഞ്ഞെടുത്ത
തീ പിടിച്ച് ചില മനുഷ്യര് യഥാർത്ഥ വിശ്വാസത്തിന്റെ സാക്ഷികളായി നിൽക്കുമ്പോൾ അത് ഇങ്ങനെ വിശ്വാസ പകർച്ചയായി മറ്റുള്ളവരിലേക്ക് പകരപ്പെടും. ഒരു മനുഷ്യനിൽ ഒടുങ്ങിത്തീരേണ്ടതല്ല ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ആത്മാവ് മഴ എന്ന് പറയുമ്പോൾ മഴ ആർക്കെങ്കിലും മൂടി വെക്കാൻ പറ്റുമോ? കാറ്റെന്ന് പറയുമ്പോൾ കാറ്റിനെ നമുക്ക് അടച്ചു വെക്കാൻ പറ്റുമോ? അഗ്നി എന്ന് പറയുമ്പോൾ അഗ്നി ഇങ്ങനെ പരക്കുകയല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പകർന്നു കൊടുക്കണമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിന് നമുക്കിങ്ങനെ നിറവുണ്ടാകണം. ഈ നിറവുണ്ടെങ്കിൽ മാത്രമേ അത് പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വെള്ളാങ്കണ്ണിയിലായിരുന്നു. ഇതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നൊരു ചെറിയ പ്രയർ ടീം 14 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് അച്ഛൻ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എല്ലാ വർഷവും അവരൊരു അച്ഛന്മാരെയും കൊണ്ടാണ് പോവുക. പോകുന്ന വഴിയിൽ മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോവുക. രാത്രിയിൽ 1 മണി 2 മണി വരെ ഉറങ്ങത്തില്ല. ആരെങ്കിലും ഉറങ്ങി എഴുന്നേറ്റ് നിന്നോണമെന്നാണ് നേതാവിൻ്റെ കൽപ്പന. പോകുന്ന വഴി മുഴുവനും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് പോകുന്നത്. അവിടെ ചെന്ന് ഒരു 10-11 മണിക്ക് നിങ്ങൾക്കറിയാമായിരിക്കാം, മുട്ടയിലെഴുന്ന സ്ഥലമുണ്ട്. പുഴിമണ്ണിൽ ഈ ചേട്ടന്മാർ മുട്ടയിലെഴയാണ്. ഞാൻ പോയി ആശീർവദിച്ച് തണലത്ത് കയറി നിന്ന്. പറ്റാത്തതുകൊണ്ടാട്ടോ. ചേട്ടന്മാർ മുട്ടയിലെഴയാണ്. തിരിച്ചു വന്നപ്പോൾ പാൻസ് മുണ്ട് കൊടുത്തു പോയ ചേട്ടന്മാർ അരനിക്കറും ടൗസറും ഇട്ട് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം ചുട്ടെടുത്ത മാതിരി മുട്ടിൽ നിന്ന് കൃത്യമായി വട്ടത്തിൽ തൊലി എടുത്തു മാറ്റപ്പെട്ടു. വരുന്നതിൻ്റെ തലേദിവസവും രാത്രിയിലും ഇവർ ആ കടൽക്കരയിൽ പോയിരുന്ന രാത്രിയുടെ യാമങ്ങളിൽ ദൈവമേ കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ഏറെ നേരം പ്രാർത്ഥിച്ചു. 2:30-3 മണി സമയം വരെ. ഉറക്കം ഒരുപക്ഷെ വളരെ തുച്ഛമായ സമയം ഉണ്ടായിട്ടുള്ളൂ. പിറ്റത്തെ ദിവസം പ്രഭാതത്തിലെ ബലി അർപ്പിച്ച് തിരിച്ചു വരികയാണ്. എനിക്ക് കുറച്ച് കൗതുകമായി. എന്താ ഇവരുടെ മനസ്സിലിരിപ്പ്? എന്തിനാ ഇവർ ഇത്ര മാത്രം ചെയ്യുന്നത്? ഇത് ചെറിയ ഇടപാടല്ല. ഞാൻ ചോദിച്ചു, ഓരോ ചേട്ടന്മാരോടും എല്ലാം അടുത്തുകൂടി ഞാൻ ചോദിച്ചു, എന്താ നിയോഗം എന്താ? ഒരു ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ ഈശോയോടൊന്നും ചോദിക്കില്ല, ഒരു നിയോഗമില്ല. എന്തേ? ഞാൻ ചോദിച്ചാ എൻ്റെ ദൈവം എനിക്കത് അപ്പം കൊടുത്തു വരും. അതെൻ്റെ ജീവിതാനുഭവം. തരുന്നതിന് പകരമായി ഞാൻ എന്ത് കൊടുക്കും അച്ഛാ? സാഹിത്യം പറഞ്ഞതല്ല, വിശ്വാസദാർഢ്യത്തിൽ നിന്ന്, അവൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ നിന്ന് വന്ന ഒരു വലിയ പ്രബോധനം അത്. എൻ്റെ ദൈവം തരുന്നതിന് ഞാൻ എന്ത് പകരം കൊടുക്കും? നിയോഗമൊന്നുമില്ല. ദൈവസ്നേഹത്തെ പ്രതി ഏരിവെയിലിൽ രാത്രിയുടെ യാമങ്ങളിൽ ജാഗരണമിരുന്ന് സമയം കളഞ്ഞ്, സമയമെടുത്ത്, ആരോഗ്യം കളഞ്ഞ്, ആരോഗ്യം കൊടുത്ത് ഇങ്ങനെ ദൈവം ചില അവശിഷ്ട ഭാഗത്തെ ഇങ്ങനെ ദൈവത്തിനായി ഒരുക്കി കൊണ്ടു നടക്കുകയാണ്. മറ്റൊന്നൊരു മനുഷ്യൻ, അത് കഴിഞ്ഞ മാസമാണ്. ഒല്ലൂർ, നിങ്ങൾക്കറിയായിരിക്കും, ഒല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ഫേമസ് ആണ്. റഫായേൽ മാലാഖ. റഫായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സൗഖ്യപ്പെടുത്തുന്നു. റഫായേൽ മാലാഖയുടെ പള്ളിയിൽ ഒരു 100 മീറ്റർ ചുറ്റളവിനുള്ളിലാണ് ജോയിച്ചേട്ടൻ്റെ വീട്. ഈ ജോയിച്ചേട്ടൻ്റെ ആരോ ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് എന്നെ ഫോൺ വിളിക്കുകയാണ്. എങ്ങനെയോ കൈമറിഞ്ഞ് കിട്ടിയ നമ്പറാണ്. നമ്മൾ ഫേമസ് ഒന്നും അല്ല കേട്ടോ, ആരോ കൊടുത്ത നമ്പറാണ്. ഈ ചേച്ചി വിളിച്ചിട്ട് എന്നോട് ഒറ്റ കാര്യമാണ്, ഒരു ചേട്ടൻ ഒല്ലൂർ പള്ളിയുടെ അടുത്ത് വയ്യാണ്ട് കിടപ്പുണ്ട്, മക്കളില്ലാത്ത ദമ്പതികളാണ്, ഒരച്ഛനെ കാണണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇടം പോലും ചിന്തിച്ചില്ല. നമ്മൾ അങ്ങനെ പെട്ടെന്ന് കേസ് പിടിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ എന്തോ, ഞാൻ നമ്മുടെ പിള്ളേരെയൊക്കെ കൂട്ടി വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളിലാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ പോകും അച്ഛൻ. ഞാൻ പറഞ്ഞു, ഇൻ 10 minutes എനിക്ക് ആ ലൊക്കേഷൻ കിട്ടുക. പിള്ളേരെ വിളിച്ചു, 2 പിള്ളേരെ വിളിച്ചു, കൂട്ടത്തിൽ കൂട്ടി വണ്ടിയിൽ കയറി. ഒന്നും അറിയത്തില്ല, ചേട്ടനാരാണ്, എന്താണ്, വീട് എവിടെയാണെന്ന് അറിയത്തില്ല, അവർക്ക് ലൊക്കേഷൻ അയക്കാൻ പോലും അറിയത്തില്ല. അയൽപക്കത്ത് വെച്ച് ആരുടെ വിളിച്ച്, കാരണം ഒരു പ്രായമായ ഒരു സഹോദരനും സഹോദരിയും അവർ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഇതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അങ്ങനെ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്, വീട് കണ്ടുപിടിച്ചു. അകത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ഉദയസൂര്യനെ പോലെ ഒരു മനുഷ്യൻ ഞങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരൊത്ത മനുഷ്യൻ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഭയങ്കര ഒരു ചിരിയും ഭയങ്കര ഒരു കൃപയും ഒക്കെ ആയിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. അകത്തേക്ക് ചെന്ന് ചോദിച്ചേട്ടാ അച്ഛാ ടച്ചിരിക്കും, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്തു പറഞ്ഞ് ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കും. അച്ഛാ 15 വർഷമായി ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. ഫുട്ബോൾ കളിക്കുന്ന വ്യക്തിയായിരുന്നു, ആരോഗ്യവാനായിരുന്നു. വീടിൻ്റെ ഈ സ്റ്റെപ്പ് കയറിയപ്പോൾ നടുതല്ലി വീണതാണ്, തളർന്നുപോയി, സ്വാധീനമില്ല, അരയ്ക്ക് കീഴ്പോട്ട്. ജനാലയിൽ ഇങ്ങനെ പല ജപമാലകൾ തൂക്കിയിട്ടുണ്ട്, പലരായിട്ട് കൊടുത്ത ജപമാലകൾ. അത് എത്തിപ്പിടിച്ച് ജപമാല ചൊല്ലും. ഈ മനുഷ്യൻ ഞങ്ങൾക്കങ്ങ് മോട്ടിവേഷൻ തരാൻ തുടങ്ങി. അച്ഛാ നല്ല അച്ഛനാവണം, പിള്ളേരോട് മക്കളെ ദൈവവിളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ മനുഷ്യൻ നമുക്ക് ഗ്യാപ്പ് തരണ്ടേ, ഒന്ന് ആശ്വസിപ്പിക്കാൻ. അവസാനം കൂടെ കൂട്ടിയ പിള്ളേരോട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മരെ ഞാൻ അതിനുവേണ്ടി തന്നെ കൂട്ടിയത്, കാരണം നമുക്ക് പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റാത്ത സ്ഥലത്ത് എന്തെങ്കിലും കലാപരിപാടി അവതരിപ്പിച്ച് നമ്മൾ മുങ്ങും. ഈ പിള്ളേർ നല്ല പാട്ടുകാരാ. ഞാൻ പറഞ്ഞു, നല്ലൊരു പാട്ട് പാട് നിങ്ങൾ. പിള്ളേർ പാടിയ പാട്ട് ഇങ്ങനെയായിരുന്നു,
സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ, വിൺമയമാകും ശരീരം ആ വിണ്ടൂപി നൽകുമ്പോ, എന്നല്ലലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ, ശോഭയേറും വീട്ടിൽ, തേജസ്സേറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും. പിള്ളേരങ്ങ് പാടി. ഈ ചേട്ടൻ്റെ ആനന്ദം കാണണം. എന്നതാ പറഞ്ഞത്? ഈ പാട്ടിൻ്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ? സ്വർഗീയ ശില്പിയെ നേരിൽ കാണുന്നത് എവിടെ വെച്ചാ? മരണത്തെക്കുറിച്ചുള്ള ഒരു പാട്ട് വയ്യാണ്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് പാടിയ ബോധമില്ലാത്ത എന്ത് പണിയാ അച്ഛൻ കാണിച്ചെന്ന് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചോദിക്കും. ആ മനുഷ്യന്റെ ഒരു കൊതി കാണുമായിരുന്നു. ജീവിതം ക്രിസ്തുവിലായതുകൊണ്ട്, മരണം നേട്ടമായതുകൊണ്ട്, മരണത്തെക്കുറിച്ച് പറയുന്നത് യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ആനന്ദമാണ്. പാപത്തിൽ കഴിയുന്നവന് മരണം നരകമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അച്ഛനായി 2 പള്ളികളിൽ കൊച്ചച്ഛനായിട്ടിരുന്നു. ഞാൻ രണ്ടാമരുന്ന പള്ളിയിൽ കോവിഡിന് ശേഷമായിരുന്നു. ഒത്തിരി മരണങ്ങൾ നടന്നു. എനിക്കറിയത്തില്ല ഇവിടെയൊക്കെ ഇത്രയൊക്കെ ഏകദേശം ഒരു 10-25 പേർക്ക് അന്ത്യകുദാശ കൊടുത്തു. ഞാൻ ഒരു കൊച്ചച്ഛനുണ്ടായിരുന്നുള്ള പള്ളിയിൽ. അപ്പോൾ കൊച്ചച്ഛൻ്റെ ഡ്യൂട്ടിയാണത് ഇവരെ ഒരുക്കുക. പ്രിയപ്പെട്ടവരെ, പല കാഴ്ചകളാണ്, പല രീതിയിലാണ്. അവസാനത്തെ ആ ഒരു കുമ്പസാരം, കിറികോടിപ്പോയ മനുഷ്യൻ എങ്ങനെയെങ്കിലും അത് ചേർത്ത് വെച്ച് അവസാനം ചോദിക്കുന്ന ചോദ്യമുണ്ട്, അച്ഛാ ഞാൻ സ്വർഗത്തിൽ പോവോ? ഓ, സ്വർഗത്തിൽ പോണോ അച്ഛാ? നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോൾ തിരിച്ച് കൈ കയറി പിടിക്കുന്നവരുണ്ട്. ഒന്നും കൂടെ ഒന്ന് ശരിക്കും ഒന്ന് ആശീർവദിച്ചിട്ട് വിടച്ചാ. ഇത് എനിക്ക് വലിയ വിശ്വാസാനുഭവമായി തീർന്നൊരു കാര്യമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ഈ ലോകത്തു നിന്നുള്ള യാത്ര പറച്ചിൽ എന്ന് പറയുന്നത് എന്തോ ഒരു വലിയൊരു സംഭവമാണ്. ഞാൻ ഇവിടെ കുടുംബ യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. കുടുംബ കൂട്ടായ്മ. നമ്മളിന് മുമ്പുണ്ടായിരുന്ന പള്ളിയിൽ യൂണിറ്റ് യോഗം എന്ന് അവർ പറയാം. നമ്മൾ അടുത്ത നവംബർ മാസം ഇവിടെ കൊച്ചച്ചന്മാർ യൂണിറ്റിന് വരുമ്പോൾ 2 വാക്ക് പറയുമോ? പറയും. കാര്യങ്ങളെല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളുണ്ട് യൂണിറ്റിൽ. ഇവിടെ എനിക്കറിയത്തില്ല എങ്ങനെയാണ്. അവിടെ നറുക്കിടും, കലാപരിപാടിയുണ്ട്, നമുക്ക് കാര്യപരിപാടിയുണ്ട്, ഗൗരവ പരിപാടിയുണ്ട്, ചോദ്യം ചോദിക്കലുണ്ട്, അടിച്ചിരുത്തലുണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് നമ്മുടെ അടുത്ത ആത്മീയ ഉപദേശം. നമ്മുടെ കൊച്ചച്ഛൻ ഞങ്ങൾ ആത്മീയ ഉപദേശത്തിനായിരിക്കുമ്പോൾ പച്ചയ്ക്ക് പറയാണ്, നവംബർ മാസം മരിച്ചവരുടെ മാസം, മരണത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞു. അച്ഛൻ നിർത്ത്, ഈ വൈകുന്നേരം വെറുതെ മനുഷ്യനെ ടെൻഷൻ പറഞ്ഞതാണ് കേട്ടോ. പേടിയാണിത് കേൾക്കുന്നത്. ഞാൻ എന്നിട്ട് സംഗതി മയപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണ്ടേ? അള്ളിപ്പിടിച്ച് ഇവിടെ കിടക്കുന്ന വിചാരം. ലോകം നിനക്ക് തന്നതെല്ലാം എണ്ണി എണ്ണി ഈ ലോകം തിരികെ ചോദിച്ച് പിടിച്ചു പറിച്ച് മേടിക്കും. എന്നാൽ നിനക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ നീ ജീവിച്ചത് ക്രിസ്തുവിലാണെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടത്തിൻ്റെ നിമിഷമായിരിക്കും നീ ഈ സ്ഥൂല ശരീരം വിടുക. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ഈ ശരീരത്തിന് അതിൻ്റെ മഹത്വമുണ്ട്. തിരുസഭയിൽ 100 കണക്കിന് വിശുദ്ധരുടെ ശരീരങ്ങളാണ് അടുകാതെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻടാക്റ്റ്, കൺപോളകൾ പോലും പോകാതെ, ഒരു തലമുടിയുടെ നാരിഴ പോലും കൊഴിഞ്ഞു വീഴാതെ, അതുപോലെ തന്നെ എങ്ങനെയാണോ അടക്കിയത് അതുപോലെ തന്നെ ഇരിക്കുന്ന വിശുദ്ധരുടെ ശരീരങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അത്ഭുത സഭയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ നമ്മുടെ ശരീരം നമ്മൾ എടുത്തുകൊണ്ട് കത്തിച്ചു കളയാത്തത്? ഉയർപ്പിന്റെ മഹിമയിൽ ഉയർപ്പിക്കപ്പെടേണ്ട ശരീരങ്ങളാണിത്. ഇത് നിസ്സാര സാധനമല്ല. അപ്പോൾ പൗലോസിനോട് കുത്തി അതെങ്ങനെയാ നിങ്ങൾ കൂടുതൽ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇതിന്റെ പ്രവയൊന്ന്, അതിൻ്റെ വേറൊന്ന്. വിത്ത് വിതച്ച് മുളച്ചു പൊങ്ങുന്നത് പോലെ അതെങ്ങനെയെങ്കിലും ആകട്ടെ. അതുകൊണ്ട് ഈ ശരീരത്തിന് വിലയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമുക്ക് എന്ത് കിട്ടും? അതായത് ഓരോ പരിപാടികൾ, ഓരോ സ്ഥലങ്ങൾ, വിശുദ്ധ സ്ഥലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, അച്ഛന്മാരെ കാണാൻ പോകുന്നത് എന്നാ കിട്ടും അല്ലേ? എന്ത് കിട്ടും? മാനുഷികമായൊരു കാര്യം. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് ഇല്ലേ? നമുക്ക് എന്നാ കിട്ടും എന്നുള്ള ചോദ്യം. അതായത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27-29. അപ്പോൾ പത്രോസ് ചോദിക്കുകയാണ്, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്താ ലഭിക്കുക? വളരെ മാനുഷികമായൊരു ചോദ്യമാണ്. അതിന് കർത്താവ് അവരോട് മറുപടി പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ നിങ്ങൾ 12 പേരും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിക്കും. എന്നാ സംഭവം എന്നറിയത്? സ്വർഗത്തിലേക്ക് കയറുന്നതിനായി
നമ്മൾ ഓരോരുത്തർ തപ്പിപ്പിടിച്ച് ആ വാതിലൂടെ കയറാൻ നിൽക്കുമ്പോൾ അതാ ആ വാതിലിൻ്റെ ഒരു അളവുകോലായി ഒരേകമായി പത്രോസ് ഇരിക്കുന്നു, പൗലോസ് ഇരിക്കുന്നു, യോഹന്നാൻ ഇരിക്കുന്നു, മത്തായി ഇരിക്കുന്നു, ലൂക്ക ഇരിക്കുന്നു. ഇതുപോലൊക്കെയാണോ ജീവിച്ചത്? ഇതുപോലൊക്കെയാണോ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ എങ്ങനെ ജീവിക്കേണ്ടതെന്ന്? അതുമായിട്ട് വല്ല ബന്ധം ഉണ്ടായിരുന്നോ? എന്നാൽ പോരെ. ഒരാശ്വാസം ഈ ശിഷ്യന്മാർ കൊടുക്കുന്നുണ്ട്. അത് വലിയ രസമാണ്. ഞാൻ സെമിനാരി പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരരെയോ സഹോദരിയെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും അത് 100 ഇരട്ടിയായി കിട്ടും. ആശ്വാസമായില്ലേ? ഞാൻ സെമിനാരി പിള്ളേരോട് ചോദിച്ചു, എടാ മക്കളെ, ഈ കർത്താവ് പറഞ്ഞ സാധനം ഈ പത്രോസിന് കിട്ടിയോടാ? കിട്ടി. വയലും ഇതൊക്കെ കിട്ടിയോ അമ്മച്ചി? കർത്താവ് പറഞ്ഞായതുകൊണ്ട് നമുക്കത് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? കിട്ടിയില്ല. അവർക്കത് വേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16:12 നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയെ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്. കർത്താവിന് കൂടെ നടന്ന ശിഷ്യന്മാരോട് കുറേ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കണമെന്ന് ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. പക്ഷെ പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റുന്നില്ല. അത് സ്വീകരിക്കാവുന്ന ഒരു റേഞ്ചിലല്ല ഇവരുടെ നിപ്പ്. കാരണം ഈ ശിഷ്യന്മാരെല്ലാം സത്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തെയും അധികാരത്തെയും തകിടം മറിച്ച് ലോകത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പുറകെയാണ് കൂടിയിരിക്കുന്നതെന്നുള്ള ഒരു ബോധ്യത്തിൽ നടക്കുന്ന ശിഷ്യന്മാരാണ്. പവറുണ്ട് കുറച്ച്, എന്നാലും അവൻ അധികാരം കയ്യിലെടുക്കും. ഇതാണ് അവരുടെ ഒരു വിശ്വാസം. ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തിരിക്കുന്ന ഇവരോട് കർത്താവ്, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് സത്യത്തിൽ, എന്നാൽ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾ ഈ ശിഷ്യന്മാരുടെ അവസ്ഥ കാണുന്നുണ്ട്. പിന്നീട് ഈശോയെ പിടിച്ചപ്പോൾ അല്ലേ, എമ്മാവൂസിലേക്ക് വിട്ടടിച്ചു പോയി, തീർന്നു. അപ്പോൾ ഈശോ അവരുടെ കൂടെ കൂടി. ലൂക്കായുടെ സുവിശേഷം 24:25 നമ്മളിങ്ങനെ കാണുകയാണ്, ഭോഷന്മാരെ, കർത്താവ് വിളിക്കുകയാണ്, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, അല്ലേ, മണ്ടന്മാരെ, ഓക്കന്മാരെ, അല്ലേ, മന്നന്മാരെ, നിങ്ങൾക്ക് ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് ഒന്നൊന്നായി അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈശോ. വചന കേൾവിയിലൂടെ കൃത്യമായ ഒരു മനപരിവർത്തനത്തിലേക്ക്, എന്നാലും ഒരു ക്ലിയർ ആവുന്നില്ല കേട്ടോ, ഒരു ചെറിയ മാറ്റത്തിലേക്ക്, ആദ്യത്തെ പടിയായിട്ടുള്ള ദൈവാനുഭവത്തിലേക്ക് ശിഷ്യന്മാർ പ്രവേശിക്കുകയാണ്. കർത്താവ് പുറകെ നടക്കുക. ഇവരപ്പം മുറിച്ച് ആ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കർത്താവാണ്. പിന്നീട് അവരിങ്ങനെയാണ് ഓർത്തെടുക്കുക, അവൻ നമ്മളോട് വഴിയിൽ വെച്ച് വചനം പങ്കുവെച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? കർത്താവ് ചാരം വീണ് അവരുടെ ഹൃദയത്തെ ഇങ്ങനെ വചനം കൊണ്ട് ഊതി കത്തിക്കുകയായിരുന്നു വഴിയിലുടനീളം. വചനം സ്വീകരിച്ച് ചില ബോധ്യങ്ങളിലേക്കും മനപരിവർത്തനത്തിലേക്കും ജീവിതത്തെ പുതിയ രീതിയിൽ ക്രമീകരിക്കുന്നതിലേക്കുമുള്ള ഒരു ആദ്യ കാൽവെപ്പ് ശിഷ്യന്മാരെ നടത്തുക. എന്നിട്ട് ശരിയായില്ല ഇവർ. നമ്മൾ പിന്നീട് കാണും യോഹന്നാന്റെ സുവിശേഷം 20:22 ഈശോ വീണ്ടും ശിഷ്യന്മാർക്ക് പലതവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പലതവണ അതിൽ നമ്മൾ കാണുകയാണ്, 2 അല്ല 3 അല്ല, പിന്നെയും ആവർത്തിച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുക. യോഹന്നാന്റെ 20:22 പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അവർക്ക് പാപമോചനത്തിലുള്ള അധികാരം കർത്താവ് കൊടുക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം കിടപ്പുണ്ട്. കർത്താവ് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ തീ പിടിച്ചതായിട്ടാണോ അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുക? ആണോ? 21-ാം അധ്യായത്തിൽ നമ്മൾ എന്താ കാണുക? അതിന് തൊട്ട് മുമ്പായിട്ട് 20-ന്റെ അടുത്തിൽ നമ്മൾ കാണുക തോമസിൻ്റെ അഭ്യാസമാണ്. അദ്ദേഹം പറയുന്നത് നടക്കത്തില്ല, നിങ്ങൾ പച്ചക്കള്ളാണ് പറയുന്നത്, തൊട്ട് നോക്കണം, കാണണം, ഇതൊന്നും അല്ലേ, തട്ടിപ്പാണ്. അതുപോട്ട് കർത്താവ് നിശ്വസിച്ചായിരുന്നല്ലോ, കണ്ടായിരുന്നല്ലോ, പറഞ്ഞായിരുന്നല്ലോ. ഈ ടീമുകൾ 21-ാമത്തെ അധ്യായത്തിൽ കാണിക്കുന്ന തോന്നിവാസം നോക്കി. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാം, പോരുന്ന പോരെ. ഞങ്ങളും പോരുന്നു. എല്ലാവരും കൂടെ കെട്ടിപ്പറക്കി മീൻ പിടിക്കാൻ പോയി. പ്രിയപ്പെട്ടവരെ, 21:5 യോഹന്നാൻ 21:5 കർത്താവിൻ്റെ ആ ഒരു മനസ്സേ, മക്കളെ
നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? എന്തേരെ പിടിച്ചു വെച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറഞ്ഞ് കൂടെ നടന്ന് പറഞ്ഞു കൊടുത്ത് അടുത്തിരുത്തി പ്രബോധനം കൊടുത്ത് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് കയറുന്നില്ല. ഉടനെ ആ വലത്തേക്കിട്. വലിയൊരു മീൻപിടുത്തക്കാരനെ പോലെ കർത്താവ് എന്നിട്ട് പറഞ്ഞു. അവരനുസരിച്ച് മീൻ കിട്ടി. അപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനായ യോഹന്നാൻ പറഞ്ഞു പത്രോസിനോട്, പത്രോസേ അത് കർത്താവാ. പത്രോസിന്റെ പ്രകടനം, അത്ഭുതം കണ്ട പത്രോസ് തുള്ളിച്ചാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത്ഭുതം നടന്നു. അത്ഭുതം നടന്നപ്പോൾ ഉണ്ടായ ആ ഒരു വലിയ വികാരത്തിന്റെ തള്ളലാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് എടുത്ത് ചാടി. 2 അടി വെച്ചവന്റെ അടി പതറി. അവനൊരു വിശ്വാസ ദൃഢത ഉണ്ടായില്ല. അത്ഭുതത്തിന്റെ ഓളപ്പരപ്പിലൂടെ അവന് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിച്ചില്ല. അവന്റെ ജീവിതത്തിൽ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ചില നിലപാടുകൾ അവൻ രൂപപ്പെടുത്തിയില്ല. ദാണ്ടേ സ്റ്റെപ്പ് എടുത്ത് വെച്ച് ചുറ്റും നോക്കിയപ്പോൾ കടലൊക്കെ കാണുന്ന ഇരമ്പുന്നു. പണിവാളി അടിയിലേക്ക് പോയി. കർത്താവ് ഒന്ന് പൊക്കി. പിന്നെ കർത്താവ് വിട്ടില്ല. നമ്മൾ പിന്നെ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 21:17. ഹൃദയത്തോട് മന്ത്രിക്കുന്നത് പോലെ ഈ ശിഷ്യപ്രമുഖന്റെ അരികിൽ കർത്താവിരുന്ന് അവൻ്റെ ഹൃദയത്തെ തൊടുകയാണ്. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? കർത്താവേ, എൻ്റെ ആടുകളെ മേയ്ക്ക്. പല കർത്താവ് അത് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ, അത് 3-ാം തവണയിലേക്ക് കിടന്നപ്പോൾ കർത്താവിന്റെ ആ ചോദ്യം ഈ ശിഷ്യന്റെ ഹൃദയത്തിൽ വലിയ ദുഃഖമായി മാറി. അവനെ തൊട്ടത് കാരണം അത് ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഞാൻ എന്തെല്ലാം നിനക്ക് കാണിച്ചു തന്നു? ഞാൻ എങ്ങനെയെല്ലാം നിന്നെ വഴി നടത്തി? എങ്ങനെയെല്ലാം ഞാൻ നിന്റെ കൂടെ നടന്നു? നീ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നു? ഇതിനകത്തൊരു സംഗതി കിടപ്പുണ്ട്. ഇതിൻ്റെ അവസാനത്തിൽ നമ്മളിങ്ങനെയാണ് കാണുക. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താലാണ് പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് സൂചിപ്പിക്കുവാനാണ്. അതിനുശേഷം കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. ഇതൊക്കെ അവിടെ പറയേണ്ട കാര്യമാണോ? എപ്പോൾ കൂട്ടിയതാ കൂട്ടത്തിൽ? ഇപ്പം പറയാണ്, നീ എന്നെ അനുഗമിക്കുക. കർത്താവ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് പത്രോസേ എന്ന് കൂടെ ചോദിച്ചത് ഏതു വിധത്തിലുള്ള മരണത്താലാണ് ഈ ശിഷ്യൻ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. പത്രോസ് എങ്ങനെയാ മരിച്ചേ? കഥ നമുക്കറിയാം. പത്രോസിനൊരു പിടിവാശി ഉണ്ടായിരുന്നു. വിശ്വാസ ചരിത്രത്തിൽ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ എൻ്റെ പിന്മുറക്കാരിൽ ഒരാൾ പോലും ഉണ്ടാകരുത് എന്നുള്ള ഒരു വലിയ പിടിവാശി. കുരിശി തറച്ച് കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ എൻ്റെ ഗുരു മരിച്ചതുപോലെ മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, എന്നെ തലകീഴായി കിടത്തിയാൽ മതി. എൻ്റെ ഗുരുവിനേക്കാൾ നീചമായ ഒരു മരണം അവൻ്റെ സ്നേഹത്തെ പ്രതി ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം. കോട്ടുവ, ഇവിടെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? കോട്ടുവ എന്നല്ലേ പറയുന്നത്? യെസ്. ഞാൻ കഴിഞ്ഞ മാസം ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ പിള്ളേരെ ധ്യാനിപ്പിക്കാനായിട്ട്, അത് ഈ പറഞ്ഞമാതിരി എന്നെ അറിയാണ്ട് വിളിച്ചതാണ്. ആരൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കൈമാറി അവിടെ ചെന്ന് ധ്യാനിപ്പിക്കാൻ വേണ്ടി നിന്ന് ചെറുപ്പക്കാർ പിള്ളേരാണ്. അപ്പോൾ ഞാനിങ്ങനെ വിശ്വാസ വീരന്മാരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നല്ല അടിച്ച് പരത്തി കാച്ചിയെടുത്ത് നല്ല ആ കർത്താവിൻ്റെ കയ്യിലെ ശക്തമായ ആയുധങ്ങളൊക്കെ ഞാനിങ്ങനെ ആയുധങ്ങളായി നിലകൊണ്ട് മനുഷ്യരൊക്കെ ഞാൻ എടുത്തു കാണിക്കുമ്പോൾ പിള്ളേരിങ്ങനെ തീ പിടിക്കുക. അപ്പോൾ ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. അപ്പോൾ ഞാൻ മൈൻഡാക്കിയില്ല. 3 ദിവസത്തെ ധ്യാനം. അടുത്ത ദിവസം ചെല്ലുമ്പോൾ എന്നോട് ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ കടുപ്പം കുറയ്ക്കണം, ഇച്ചിരി രസകരമാക്കണം, പിള്ളേർക്ക് അത് സ്വീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അച്ഛൻ്റെ ഒരു റേഞ്ച് ഒരുപാട് കടുപ്പത്തിലൊന്നും പറയരുത്, മയപ്പെടുത്തി ഇണക്കത്തി പറയണം. ഞാനൊന്നും മിണ്ടിയില്ല. മൈക്ക് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊന്നും അങ്ങനെ ആരും ചാടി കയറി പറയല. ഞാൻ മൈക്ക് കിട്ടി. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എന്നോട് മയപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ അതിന് ഉദ്ദേശിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ക്ലാസ് മുന്നോട്ട് പോയി. മോദിമ സഭയിലെ വിശ്വാസ വീരന്മാരെയൊക്കെ ഞാനിങ്ങനെ ഒന്നൊന്നായി പിള്ളേർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത് സ്തുതിപ്പിൻ്റെ സമയമായപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് മാറി പാട്ടുകാരോട് നിർത്താൻ പറഞ്ഞ് എല്ലാവരോടും നിർത്താൻ പറഞ്ഞ് പിള്ളേർ പിടിവിട്ടുപോയി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം പിള്ളേരെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് നോക്കിയിരുന്നവരെല്ലാം, ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ വട്ടത്തു കൂടി നിന്ന് കാഴ്ച കണ്ടുന്നവരൊക്കെ ഇത് സംഗതി പിടികിട്ടാത്തൊരു പരിപാടിയായിട്ട് അവർക്ക് മനസ്സിലായി. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്ക് കേട്ട് കൊള്ളായിരുന്നു, ആ പോയിന്റ് കൊള്ളായിരുന്നു, ഈ പോയിന്റ് കൊള്ളായിരുന്നു, അച്ഛൻ്റെ ക്ലാസ് കൊള്ളായിരുന്നു, എന്നാത്തിന് കൊള്ളായിരുന്നു, എന്തിന് കൊള്ളായിരുന്നത്? കേൾക്കാൻ കൊള്ളായിരുന്നു, ആ പോയിന്റ് അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ ഇരുന്ന് കേട്ട് അതിലൊരു ഹരം കൊണ്ട് കേൾക്കുമ്പോൾ ഒരു സുഖവും ഒരു രസവും ഒക്കെ തോന്നി നമ്മൾ തിരിച്ചുപോയി നമ്മുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന ഈ വചനത്തിന്റെ കൃപ സ്വീകരിച്ച് ജീവിതത്തെ നമ്മൾ പുതുക്കി പണിയാനുള്ള പരിശ്രമങ്ങൾ ജീവിതത്തിൽ ആരംഭിക്കുന്നില്ലെങ്കിൽ കഷ്ടം.
വലിയ കഷ്ടം. ഇവിടെ പെയ്ത പെരുമഴ വേറെ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ ഹരിയാനയിലോ പെയ്തിരുന്നെങ്കിൽ അവിടെ പണ്ടേ മനുഷ്യൻ ചാക്കൊടുത്ത് ചാരം പൂശി ദൈവനാമം വിളിച്ചേനെ എന്ന് കർത്താവ് ഇവിടുന്ന് പറഞ്ഞേനെ. ആ ദുരിതം, ഈ ദേശത്തിന് ദുരിതം. കേരളത്തിൽ ദൈവത്തിൻ്റെ വചനപ്പെരുമഴ പെയ്തിറങ്ങിയതുപോലെ ലോകത്തിൻ്റെ മറ്റൊരു കോണിലും ഇതുപോലെ പെയ്തിറങ്ങിയിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരായി, കർത്താവ് തൊട്ടവരായി നമ്മളിങ്ങനെ കസേരയിൽ സുഖിച്ചും ചിന്തിച്ചും ചിരിച്ചും ആലോചിച്ചും വേണോ വേണ്ടയോ എന്നൊക്കെ മനസ്സിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും. സുവിശേഷാധിഷ്ഠിത ജീവിതം, ഇത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ഇതിങ്ങനെ പറഞ്ഞു പോയതിനിടയ്ക്ക് ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി ആരംഭിച്ചു തുടങ്ങി. അതുകൊണ്ടാണ്. ആർക്കെങ്കിലും ആ സംഭവം വരുന്നെങ്കിൽ കീഴ്പോട്ട് തലവെക്കുക കേട്ടോ. വരും, ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നല്ലോ കേട്ടോ. ഒന്നാമത് ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം നിങ്ങൾ ഇച്ചിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാരുകളാണ്, താല്പര്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അതിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എങ്ങനെയാണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദിവസഭയിലേക്ക് കടന്നു വരുന്നതിനായി നിമിത്തമായത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. അമ്മയും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ശിഷ്യന്മാരെ ഏക മനസ്സായി പ്രാർത്ഥിച്ചപ്പോഴാണ്. ഇതിനു മുൻപ് കർത്താവ് പല ആവർത്തി അവരെ തട്ടി അടുപ്പിച്ച് വ്യത്യസ്തമായ അവസ്ഥകളിലൂടെയും കൂദാശയ്ക്ക് സമമായ, നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കൂദാശകൾക്ക് സമമായ ചില പ്രക്രിയയിലൂടെയും കർത്താവ് ഊതി. നോക്കുകയാണെങ്കിൽ നമ്മുടെ മാമോദീസയെ നമ്മൾ സ്വീകരിക്കുന്ന കൂദാശകളൊക്കെ നമുക്ക് അതിനോട് ഉപമിക്കാം. എന്നാൽ അവരിൽ നിറഞ്ഞില്ല. അതിന് വേറെ ഒരു പ്രോസസ്സും കൂടെ ആവശ്യമായിരുന്നു. എന്താ അത്? പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് ഒരു മനസ്സായി ഇവർ പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ സമ്മേളിച്ചിരുന്ന ഇടം കുലുങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് ആദിമ സഭയിലെ വിജയ പതാകയിലേക്ക് ആത്മാവിൻ്റെ കാറ്റ് വീശുന്നത്. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ? 7 വ്യാകുലങ്ങൾ ആഴ്ന്നിറങ്ങിയ വിമല ഹൃദയമാണ്. സദാ വേദനിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. വാള് ഇറങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ഹൃദയമിടുപ്പിലും അത് അമ്മയെ നോവിച്ചിരുന്നു എന്നാണ്. സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളായി നമ്മൾ ധ്യാനിക്കുന്നതെല്ലാം അമ്മയുടെ ഹൃദയത്തിലേക്ക് വേദനയായി ഇറങ്ങിയ മുറിവുകളാണ്. നീ പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്നെന്ന് പറയുന്നത് ഗബ്രിയേലാണ്. ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ശക്തിപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ ശക്തി, ദൈവം ശക്തി ധരിപ്പിക്കുന്നു. മറിയമേ, നീ ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നതിന് ഒരു ഉൾഭയം സൃഷ്ടിക്കുന്ന പിശാചിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഈ ശിഷ്യന്മാർ, ആലില പോലെ ഉറച്ച ശിഷ്യന്മാർ, പല വഴിക്ക് ചിതറിപ്പോയവർ, കഥ കടച്ചിട്ട് ആരും കാണാതെ ലോകത്തിൻ്റെ കണ്ണിൽപ്പെടാതെ ഇങ്ങനെ പമ്മി പതുങ്ങിയിരുന്ന ശിഷ്യന്മാർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെരുമഴയായി തീനാവായി പെയ്തിറങ്ങിയപ്പോൾ അടച്ചിട്ടിരുന്ന കതക് മലക്ക് തുറന്ന് അവര് പുറത്തേക്ക് ഇറങ്ങി. ആദ്യത്തെ പ്രസംഗത്തിൽ 3000-ൽ പരം മനുഷ്യർ ക്രിസ്തുമതം സ്വീകരിച്ച വലിയ മഹാത്ഭുതം. ചുറ്റും നിന്ന മനുഷ്യര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അത് പാർത്തിയക്കാര്, മേദിയക്കാര്, എലാമിയക്കാര്, കപ്പദോച്ചിയക്കാര്, റോമാക്കാര്, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എല്ലാവർക്കും മനസ്സിലാകുന്നു. കുറെ പേര് പറഞ്ഞ് ഇത് തണ്ണി അടിച്ച കേസാ, അവര് വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചതാ. എന്നാൽ ഇതാണ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ ഈ ശിഷ്യന്മാർ വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കാൽവരിയിൽ നിഷ്കരണം ചതച്ച് അമർത്തി കുത്തിക്കൊന്ന തകർത്ത് അവന്റെ എല്ലുകൾ തകർത്ത് നിങ്ങൾ ഇല്ലാണ്ടാക്കിയ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവനിലൂടെ അല്ലാതെ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേലെ ആർക്കും രക്ഷയില്ല. രക്ഷ അവനിലൂടെ മാത്രം. അവന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു നിത്യജീവനുണ്ട്. എങ്ങനെയുണ്ട് കേട്ടിട്ട്? കഴിഞ്ഞ ദിവസം കുറ്റവാളിയായി ജനമധ്യത്തിലൂടെ ഇഴച്ചുകൊണ്ടുപോയി കാൽവരിയിൽ പരിത്യക്തനാക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഒരു കുറ്റവാളിയെക്കുറിച്ച് കുറച്ച് ചെറുപ്പക്കാരും കുറച്ച് കിറുക്കന്മാരും അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ 3000 പേർ അത് സ്വീകരിക്കണമെങ്കിൽ അതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിപൂർണമായി സ്വീകരിച്ചില്ല എങ്കിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധ കൂദാശകളിലൂടെ കുർബാന കാണാൻ വരുന്നവരുണ്ട്, മറ്റു കൂദാശകൾ കാണാൻ വരുന്നവരുണ്ട്. അവസാനം പെട്ടിയടയ്ക്കുമ്പോൾ അച്ഛനിങ്ങനെ, നീ സ്വീകരിച്ച പരിശുദ്ധ കൂദാശകൾ അത്യുന്നതനായ ദൈവത്തിന്റെ ന്യായാസനത്തെങ്കിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. നീ സ്വീകരിച്ച പരിശുദ്ധ കൂദാശകൾ, നീ സ്വീകരിച്ച പരിശുദ്ധ കുർബാന, നീ യോഗ്യതയോടെ സ്വീകരിച്ച പരിശുദ്ധ കുമ്പസാരം, നീ വില കണ്ട ഓരോ പരിശുദ്ധ കൂദാശകളും അത്യുന്നതനായ ദൈവത്തിന്റെ ന്യായാസനത്തെങ്കിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. കണ്ടതല്ല, സ്വീകരിച്ചത്. ഒരു ധ്യാന സെന്ററിലെ അവിടെ BLM എന്ന് പറയുന്ന ധ്യാന കേന്ദ്രമുണ്ട്.
അവിടെ ഞാനിങ്ങനെ കുറച്ച് ടീംസിനോട് ചോദിച്ചു, ധ്യാനത്തിനിടയ്ക്കാണ്, ഞാനവിടെ ധ്യാനിപ്പിക്കാറൊന്നുമില്ല, നമുക്കിങ്ങനെ കൈ കിട്ടിയ ടീംസിനോട് ചോദിച്ച്, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ദാഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് വേണ്ട ചാ, പരിശുദ്ധാത്മാവിന് വേണ്ട, അധികമായിട്ടൊന്നും വേണ്ട. പണി കിട്ടും. പ്രാർത്ഥിച്ചിട്ട് പണി കിട്ടിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രാർത്ഥിച്ചിട്ട് തട്ട് കിട്ടിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടാവണം. ഉണ്ട്. അപ്പം നമുക്ക് എന്താ നല്ലത്? ഒരു പൊത്തുപുരുത്തത്തിൽ പോകാം. ഇതാണ്ടേ എന്താ ചെയ്യുക? ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തലയിൽ ബ്ലഡ് ക്ലോട്ടാണെന്നും പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ ചെവിക്കരികിൽ വന്ന് എൻ്റെ പ്രിയ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, നീ പണി വാങ്ങിച്ചു വെച്ചതല്ലേ? ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ ഇങ്ങനെ പണി വരുമെന്ന് നീ കരുതണ്ടേ? എൻ്റെ കഥ ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. 3 ദിവസം ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ കിടന്ന്. 3-ാം ദിവസം ഡോക്ടർ വന്ന് ചോദിച്ചു, അച്ഛൻ എന്തിനാ ഇവിടെ കിടക്കുന്നത്? ഏറ്റവും വീട്ടിൽ പോകാൻ പാടില്ലേ? കൂടുതലൊന്നും ഞാൻ വിവരിക്കുന്നില്ല. കൂടുന്ന കക്ഷിയോട് ഞാൻ പറഞ്ഞു, നിനക്കും എനിക്കും വിട്ട് 3-മതൊരാളോട് പറയാൻ ഞാൻ പറയും, അന്നേരം പറഞ്ഞാൽ മതി. പണി കിട്ടിയവർ, ഇത് വലിയൊരു സംഭവമാണ്. കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. പ്രാർത്ഥിച്ചിട്ടും എന്തോ കിട്ടി? അവരൊക്കെ ഇത്ര പ്രാർത്ഥിച്ചിട്ടാണോ അവരുടെ വീട്ടിൽ എന്താ പ്രശ്നമുള്ളത്? ഈ കണ്ട മനുഷ്യരൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് നിങ്ങളെപ്പോലെ എല്ലാവരും ഹല്ലേലൂയ പ്രൈസ് ലോർഡ് വിളിച്ചിട്ടാണോ? കൂടുതലൊന്നും ഈ വീട്ടിൽ വേണ്ട. തൽക്കാലം ഒരു പരിധി വിട്ടിട്ടുള്ള ഏർപ്പാടുകൾ ഒന്നും നല്ലതല്ല. അത് വിശ്വാസമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ഒരു കൂടിയ ഇടപാടിന് പോണ്ട. അത്യാവശ്യം ഒന്ന് പള്ളിയിൽ പോക്കോ, അത്യാവശ്യം കുടുംബ പ്രാർത്ഥനയും ചൊല്ലി, ഉള്ള കഞ്ഞിയും കറിയും വെച്ച്, ഉള്ള ജോലി നോക്കി, ഉള്ള കാര്യം നോക്കി, അങ്ങനെ അങ്ങ് സൈഡ് പിടിച്ചങ്ങ് പോയാൽ വലിയ ഛേദമൊന്നും വരില്ല, അല്ലേ? ഞാൻ കഴിഞ്ഞ മാസം ബാംഗ്ലൂർ ഇതുപോലെ ഞങ്ങളുടെ സെമിനാരിക്കാർ പിള്ളേർക്ക് ഒരു വാർഷികരാനത്തിന് വേണ്ടി പോകണം. അപ്പോൾ അവിടുത്തെ പിതാവിനെ കണ്ട ഒരു ആശീർവാദം മേടിക്കാൻ വേണ്ടി ഞാൻ പിതാവിനെ വിളിച്ചു. നമ്മുടെ അടയന്തരത്ത് പിതാവാണ്. അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, എന്നെ റോണച്ചാന്ന് വിളിക്കാം. റോണച്ച, ഞാൻ അഡോണോ ഫാദേഴ്സിൻ്റെ ഹൗസിലാണ് ഉണ്ടാവുക. അങ്ങോട്ട് ഞാൻ കേട്ടിട്ടില്ല, ഇത് അഡോണോ ഫാദർ. അപ്പോൾ എനിക്ക് നമ്പറൊക്കെ തന്ന്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. എൻ്റെ സഭ ഷേൺ സ്റ്റാർട്ടാണ് കേട്ടോ. എന്തൊക്കെ പേരുകളല്ലേ, പൊത്തി പിടിച്ച് ചിരിക്കുന്നുണ്ട് ചേച്ചിയാൻ. ഒരു ജർമ്മൻ വാക്കാണ്, ഇങ്ങനെയൊക്കെ സഭയുണ്ട്, അഡോണോ ഫാദേഴ്സ്. അപ്പോൾ ഞാൻ ലൊക്കേഷനൊക്കെ മേടിച്ച് ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ സെമിനാരിക്കകത്ത് പിതാവുണ്ട്. ഇപ്പോൾ പിതാവിനെ അപ്പോയിൻമെൻറ്റ് മേടിച്ചാൽ പോവാണ്. അപ്പോൾ ഇവരുടെ ഈ ആസനത്തിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നിൽക്കുന്നു മിഖായേൽ, ഊരിയ വാളുമായിട്ട് മിഖായേൽ നിൽക്കുന്നു. ആഹാ, ഇത് കൊള്ളാലോ. അവരെ സാധാരണ സെമിനാരിന് പറ്റത്തൊന്നും നമ്മൾ ഈ ചങ്ങാതി നിർത്താറില്ല. അല്ല, ധ്യാനകേന്ദ്രത്തിലോ കൂടുതൽ ഇടപാടുകളുള്ള സ്ഥലത്താണ് നമ്മൾ നിർത്താറ്. സെമിനാരിയുടെ മുറ്റത്ത് വാൾ ഊരി മിഖായേൽ, ഇപ്പുറത്തേക്കും വരുന്ന പരിശുദ്ധ അമ്മയും മിഖായേലും ചേർന്ന പ്രിയപ്പെട്ടവരെ അവിടെ ജഗപൊക യുദ്ധമാണ്. ഇത് സംഗതി വേറെയാണ്. ഈ അച്ഛന്മാരെ കാര്യം ഞാൻ ഇതന്നെ ഇടപാട് എന്ത് മിഖായേലിന് നിങ്ങൾ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് പറയാച്ചാ. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഉൾപ്രേരണ ചെയ്യണം. നിങ്ങൾക്ക് അൽഫോൺസ് ലിഗോരിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അൽഫോൺസ് ലിഗോരി ഞങ്ങളുടെ സഭാപിതാക്കന്മാരെ, ഞങ്ങളുടെ സഭ സ്ഥാപിച്ച പിതാക്കന്മാരെ കണ്ട് പ്രബോധനം കൊടുത്തിട്ടുണ്ട്. ഞാൻ കാര്യമെല്ലാം ക്ലിയറായി. ഞാൻ ചോദിച്ചു, ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട്? നിങ്ങൾ എത്ര പേരുണ്ട്? എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? ലോക ചരിത്രത്തിൽ അനേകം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ സഭയെ വെറും 5 പേരാക്കി ചുരുക്കപ്പെട്ടു. വെറും 5 പേരായി ഈ സഭ ശേഷിക്കപ്പെട്ടു. സെർവൂസ് മരിയെ നൊൻകും പെരുവിറ്റ്, ഇത് ലാറ്റിനിൽ പറഞ്ഞേക്കുന്ന ഒരു വാക്കാണ്. മാതാവിൻ്റെ സേവകർ ഒരിക്കലും നശിച്ചു പോകല. ഈ സഭാസ്ഥാപകർക്ക് പരിശുദ്ധ അമ്മ കൊടുത്തൊരു വാക്കാത്. നശിച്ചു പോകല, ഘോര യുദ്ധം ഉണ്ടാവും. ഞാൻ എന്താ നിങ്ങളുടെ പരിപാടി? അച്ഛന്മാരെ ധ്യാനിപ്പിക്കലാണ്. ഇവരുടെ മിഷൻ എന്ന് പറയുന്നത് അച്ഛന്മാരെ നവീകരിക്കലാണ്. പണി കിട്ടുമോ? പണി കിട്ടും. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഏറെക്കുറെ അപ്പം നമ്മൾ കരുതി വെച്ചിരുന്ന സംഗതി ശരിയാണ്. അച്ഛൻ ഏകദേശം ആ ഒരു ലൈനിലേക്കാണ് വരുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം. ഞാൻ എൻ്റെ അമ്മയെ ഇപ്പോൾ ഓൺലൈനിൽ ഇരുന്ന് അമ്മ കാണുന്നുണ്ടാവും. ഞാൻ അമ്മയെ ഓർക്കുകയാണ്. ഈ രാജഗിരി ഹോസ്പിറ്റലിൽ 1 മാസം ഞാൻ ICUവിലായിരുന്നു. വീട്ടിലേക്ക് കോൺടാക്റ്റ് ഒന്നുമില്ല, ഫോൺ എടുത്ത് വിളിക്കാൻ പോലും. കോവിഡ് വന്ന കേട്ടോ, വേറെ ലെവലിലേക്ക് പോയി. അച്ഛന്മാരൊക്കെ മരിച്ചു പോയ ആ ഒരു സമയത്താണ്. അപ്പോൾ അത് ഇത്തിരി സീരിയസ് ആയി. നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ അങ്ങനെ പോക്കടിച്ചെന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സ് ഓരോ ദിവസം ഓരോ റിപ്പോർട്ട് കൊണ്ടുതരും. ഒക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ അമ്മയോട് ഞാൻ പറയുകയാണ്, അമ്മേ, എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പണി കിട്ടുന്നതെന്ന്. അമ്മ എന്നോട് എടുത്തടിച്ച് ചോദിക്കുകയാണ്, നീ ദൈവ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ നിന്നെ പിന്നെ എന്തിനു കൊള്ളാം? എൻ്റെ ദൈവമേ, കരണ്ടടിച്ച പോലെ പെടച്ചില്ല നമ്മള്. പിന്നെ എന്നെ എന്നത്തിന് കൊള്ളാം? വീര്യം കെട്ട ക്രിസ്ത്യാനി, നിന്നെ പിന്നെ എന്തിനു കൊള്ളാം? രാജ്യദ്രോഹ കുറ്റം നിന്റെ മേൽ ചുമത്തപ്പെടും.
നീ ദൈവത്തിന്റെ യുദ്ധത്തിനായി ക്രിസ്ത്യാനിയായി പരിശുദ്ധ കൂദാശ വഴി മാമോദീസ വഴി മുദ്രണം ചാർത്തപ്പെട്ട് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധ കൂദാശകളുടെ യോഗ്യതയും മുദ്രണവും ചാർത്തപ്പെട്ട് ഈ ഭൂമിയിൽ കൂടി പിശാചിനു വേണ്ടി സന്ധി ചേർന്ന് അവന് സൗകര്യപ്പെടുന്ന ഒരു ജീവിതക്രമം നീ രൂപപ്പെടുത്തിയാൽ നിന്നെ വിളിക്കുന്ന പേരാണ് രാജ്യദ്രോഹി. കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ പുറന്തള്ളപ്പെടും. നമ്മളിങ്ങനെ പെട്ടിയിലോട്ട് വെക്കുമ്പോൾ അച്ഛൻ ആലങ്കാരികമായി നിന്റെ ഓട്ടം പൂർത്തിയാക്കി, അത്യുന്നതനായ ദൈവം നിന്നെ അങ്ങ് ചെല്ലുമ്പോൾ ഇത് അണിയിക്കട്ടെ എന്ന് പറഞ്ഞ് അല്ലേ ഒരു കിരീടമൊക്കെ സെറ്റപ്പ് ചെയ്ത് എന്താ ഉദ്ദേശിക്കുന്നത്? നീ യഥാർത്ഥ വിശ്വാസ ജീവിതം കാഴ്ചവെച്ചതിൻ്റെ ഫലമായി അങ്ങ് ചെല്ലുമ്പോൾ കിരീടങ്ങളുമായി നിന്നെ എതിരേൽക്കുവാൻ വാനദൂതന്മാരുണ്ടാകും. ദൈവദൂതന്മാരുടെ അകമ്പടിയോടെ വാനമേഘങ്ങളിൽ അവൻ ആഗതനാകുമ്പോൾ മാലാഖമാരുടെ കരങ്ങളിൽ നിന്നെ ധരിപ്പിക്കുവാനുള്ള കിരീടമുണ്ടാകും. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറേ കെട്ടുകഥകളായിട്ടൊക്കെ ഇങ്ങനെ തോന്നും. ലിയോ 13-ാം മാർപ്പാപ്പ, ഈ മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വഭാവം കൊണ്ട് ഒരു സംശയാലുവായിരുന്നു. ദർശനങ്ങൾ, വെളിപാടുകൾ ഇതിനോടൊക്കെ ഒരു സംശയാസ്പദമായ രീതിയിൽ വിമുഖത കാണിച്ചിരുന്ന ഒരു മാർപ്പാപ്പയാണ് ലിയോ 13-ാം മാർപ്പാപ്പ. ഈ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ചാപ്പലിൽ ഒരു ദിവസം പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി ഈ മാർപ്പാപ്പ എന്തോ ഒരു കാഴ്ച കണ്ട് നിശ്ചലനായി പോവുകയാണ്. ചുറ്റും നിന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല. മാർപ്പാപ്പയുടെ കുർബാന മുന്നോട്ട് നീങ്ങുന്നില്ല. മാർപ്പാപ്പ ഇങ്ങനെ മരച്ചു നിൽക്കുക. അവസാനം മാർപ്പാപ്പയുടെ അന്തരാളങ്ങളിൽ നിന്നൊരു വലിയ നിലവിളി വരികയാണ്, ദൈവമേ, അങ്ങനെയെങ്കിൽ നിന്റെ സഭയ്ക്ക് ഇനി രക്ഷയില്ലേ? ഈ ചുറ്റും നിന്നവർക്കൊന്നും പിടികിട്ടുന്നില്ല കാര്യം. മാർപ്പാപ്പ മുറിയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ പേന എടുത്തു. അല്പനേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ മിഖായേലിൻ്റെ ജപം തിരുസഭയ്ക്കായി എഴുതി. പിന്നീട് ലോകം മാർപ്പാപ്പ എന്താണ് കണ്ടത് എന്ന് കേൾക്കുക അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക പിതാവിൽ നിന്നാണ്. ആധ്യാത്മിക പിതാവുമായി ഈ ലിയോ 13-ാം മാർപ്പാപ്പ കണ്ട കാഴ്ച പറയാം. അതേറെ ശ്രദ്ധേയമാണ്. ലോകം മുഴുവനും വലിയ യുദ്ധം, ഭൂമി മുഴുവനും രക്തപങ്കിലം, പൊട്ടിപ്പടലം. അപ്പോൾ അതാ വിശ്വാസത്തിന്റെ കേന്ദ്രമായ റോമിലെ ലാറ്ററൻ ബസിലിക്കയ്ക്കുള്ളിലേക്ക് പിശാചുക്കൾ തള്ളിക്കയറുകയാണ്. പരിശുദ്ധ ഇടത്ത് പിശാച് കൂടാരമടിക്കുകയാണ്. ഈ കാഴ്ച, സഭ തകരുന്ന കാഴ്ച മാർപ്പാപ്പ കണ്ട് മാർപ്പാപ്പ നിലവിളിക്കുകയാണ്, ദൈവമേ, അങ്ങനെയെങ്കിൽ നിന്റെ സഭയ്ക്ക് ഇനി രക്ഷയില്ലേ? അപ്പോഴതാ വാളും ഊരിപ്പിടിച്ച് ഒരു മലാഖ, പരിശുദ്ധ മിഖായേൽ, ദൈവത്തെ പോലെ ആരുണ്ട്? ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മഹത്വം നിരന്തരം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതനായ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രഭുവായ മിഖായേൽ മാലാഖ ഈ പിശാചുക്കളെല്ലാം ചവിട്ടിത്താഴ്ത്തി. രക്തം വലിഞ്ഞുപോയി, പുകപടലങ്ങൾ അകന്നുപോയി. അങ്ങനെയാണ് മിഖായേൽ മാലാഖയോടുള്ള ജപം തിരുസഭയ്ക്ക് ലഭിക്കുക. 2 മഖബായർ 11:8. ജെറുസലേമിൽ നിന്ന് അകലുന്നതിന് മുമ്പ് ധവള വസ്ത്രധാരിയായ അശ്വരൂഢനായ ഒരു മാലാഖ അവർക്ക് മുൻപേ പോകുന്നതായി അവർ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ പ്രൊട്ടക്ഷനുള്ള മനുഷ്യരാണ്. മനസ്സിലായോ? നമുക്ക് സ്വർഗം വലിയ സംരക്ഷണം തരുന്നുണ്ട് പരിശുദ്ധ കൂദാശകളിലൂടെ. നമ്മൾ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ മാലാഖമാരുടെ സാന്നിധ്യം, മിഖായേൽ നമുക്കായി യുദ്ധം ചെയ്യുന്നു, ഗബ്രിയേൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നു, റഫായേൽ നമുക്കേറ്റ പരിക്കുകളിൽ നമുക്ക് സൗഖ്യം നൽകുന്നു. മാലാഖമാരാൽ ചുറ്റപ്പെട്ട ജീവിതം. പ്രിയപ്പെട്ടവരെ, ആദിമ ക്രിസ്ത്യാനികൾ, യഥാർത്ഥ ക്രിസ്ത്യാനികൾ, അവര് ശരിക്കും ഉന്മാദികളായിരുന്നു. സത്യത്തിൽ എവിടെയും കൂട്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. നമ്മളിപ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് കണ്ടാൽ തിരിച്ചറിയോ? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസം പോക്കറ്റിൽ ഇങ്ങനെ ഉത്തരീയം ഇടുമായിരുന്നു. നമ്മുടെ തന്നെ കോളേജിലെ സ്റ്റാഫിന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഫോൺ വഴിക്ക് ഉത്തരീയം. ഇതെന്ത് കാണിക്കാനാ വെച്ചത്? ഇതിപ്പോൾ ആരിടും ഇതൊക്കെ? ഇപ്പോഴത്തെ കാലത്ത് ഉത്തരി ഇട്ടുകൊണ്ട് നടക്കി. ഞാൻ പറഞ്ഞു, ഇട്ടില്ലെങ്കിൽ ഇടിപ്പിക്കും ഒരു സമയത്ത്, അല്ലേ? എന്തെങ്കിലും കാര്യമുണ്ടോ? ചടങ്ങായി പോയി. എടുത്തു മാറ്റാൻ പറയാൻ പറ്റാത്തൊരു സമയത്ത് പെട്ടിക്കകത്തോട്ട് ഉത്തരി എടുത്തു വെക്കും. സിസ്റ്റേഴ്സ് ചെയ്തോളൂ അത്. എന്താണ് ഈ ഉത്തരീയം? അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ആരെങ്കിലും ധരിക്കുമോ എന്ന് പറയുന്നത്? ഉത്തരീയ ഭക്തി, ഉത്തരീയ സഭ, കർമ്മല സഭ, എന്ത് സംഭവം! നമ്മൾ നമ്മുടെ സഭയിലെ ഓരോ കാര്യങ്ങൾ, വിശുദ്ധ ബെനഡിക്റ്റിന്റെ കുരിശായിരിക്കുന്നേ,
വിശുദ്ധ ബെനഡിക്റ്റ്, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഇതിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇതിൽ എന്താ ആലേഖനം ചെയ്തിരിക്കുന്നത്? വിശ്വാസപരമായ കാര്യങ്ങൾ അറിയുവാനോ വളരുവാനോ അതിന് നമുക്കൊരു ആത്മീയ അറിവുണ്ടാകണമെന്നുള്ളൊരു തീഷ്ണതയോ ഇല്ലാതെ പോയ ഒരു ജനത. കാരണം നമ്മളെല്ലാവരുമായി ഒരു ഇണക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സർവമത സൗഹാർദ്ദ ജീവിതത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ആർക്കും ഒരു അലങ്കോലം ഉണ്ടാക്കാത്ത തരത്തിൽ അവരുടെ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും കോർത്തിണക്കി ഒരു സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക സൗകര്യപ്രദമായ ഒരു ജീവിതം വലിയ അലമ്പൊന്നുമില്ലാതെ നമുക്കങ്ങ് പോകാം. നിലപാടുകളെടുത്താൽ നീ ശ്രദ്ധിക്കപ്പെടും. ട്രെയിനിലിരുന്ന് കയ്യിൽ ജപമാല ഉയർത്തിപ്പിടിച്ച് നീ ജപമാല ചൊല്ലിയാൽ നിന്നെ നോട്ടം ഇടും ആൾക്കാർ, നോക്കും. ഒത്തിരിയും നീ ധരിച്ചുകൊണ്ട് കിടന്നാൽ നീ ക്രിസ്ത്യാനിയാണെന്നുള്ളത് തിരിച്ചറിയും. ഉത്തരീയത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗുഡ്നസ് ചാനലിൽ വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്നൊരു പ്രോഗ്രാമുണ്ട്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാനതിൻ്റെ പല എപ്പിസോഡുകളും ചെയ്യാറുണ്ട്. ഈ കർമ്മല മാതാവൊക്കെ ചെയ്തിട്ടുണ്ട്. ഇരണിവൂസ് എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിനെ കുറിച്ചൊരു പ്രോഗ്രാം ചെയ്തു. കാണാൻ ആളില്ല. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനല്ല, ജീവിതത്തെ മാറ്റിമറിച്ചവനാണ്. തിരുസഭയുടെ മരിയ ഭക്തിക്ക് പുതിയ മാനങ്ങൾ നൽകുകയും വിമല ഹൃദയ പ്രതിഷ്ഠ എന്താണ് എന്ന് തിരുസഭയെ പഠിപ്പിക്കുകയും തിരുസഭയുടെ മുമ്പിൽ നിന്ന് ആദ്യമായി ഞാൻ മരിയദാസനാണെന്ന് പറയുകയും തിരുസഭയ്ക്ക് അന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു പദപ്രയോഗമായിരുന്നത് മോതാവിന്റെ ദാസൻ, അടിമുഖ നമ്മൾ പറയില്ലേ. ഈ പുണ്യാളൻ അത് പഠിപ്പിച്ചത് ആരോരും ശ്രദ്ധിക്കപ്പെടാതെ അറിയപ്പെടാതെ പരിത്യക്തനായി കഠിനമായ വേദനകളിലൂടെയും നിന്ദനങ്ങളിലൂടെയും തിരുസഭ പോലും അദ്ദേഹത്തെ പരിശുദ്ധ കുർബാന ചെല്ലുന്നതിൽ നിന്ന് വിലക്കുകയും അദ്ദേഹം സെമിനാരിയിൽ ചേർന്ന കാലത്ത് അച്ഛനാകുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് പണമില്ലാത്തതിന്റെ പേരിൽ രാത്രിയുടെ യാമങ്ങളിൽ വലിയ പണക്കാരുടെ ശവത്തിന് കാവലിരുന്ന് പണം ഇരന്ന് വാങ്ങി സെമിനാരിയിൽ കൊണ്ടുപോയി കൊടുത്ത് അച്ഛനാവുകയും സെമിനാരിയുടെ ഭക്ഷണശാലയിലും ജോലി ചെയ്ത് തലകറങ്ങി വീണ് ആ മെല്ലിച്ച കാണാൻ സൗന്ദര്യമില്ലാത്ത ആ മനുഷ്യനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ കൊടുക്കാൻ പണമില്ലാതിരിക്കുകയും എന്നാൽ അദ്ദേഹത്തിന്റെ ഭക്തി കണ്ട് അവിടെയുള്ള നേഴ്സുമാര് ആ മനുഷ്യനെ ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ലാതെ ഒന്നുമില്ലാതെ കുരിശിൽ ജീവിതം ചേർത്ത് വെച്ച് ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട്. 33 ദിവസത്തെ സമർപ്പണം, വിമല ഹൃദയ പ്രതിഷ്ഠ, യഥാർത്ഥ മരിയഭക്തി, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഞാൻ പല ബുക്ക് സ്റ്റോളുകളിലും അന്വേഷിച്ചു. ആളെക്കുറിച്ചൊന്നും പുസ്തകമൊന്നുമില്ല, നമുക്ക് കേൾക്കുകയും വേണ്ട. അത്ഭുത പ്രവർത്തനത്തിൽ വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്നില്ല. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന യഥാർത്ഥമായ വിശ്വാസ നിലപാടുകൾ, യഥാർത്ഥ മരിയഭക്തി, യഥാർത്ഥമല്ലാത്ത മരിയഭക്തി. അദ്ദേഹം ഭാഗ്യഭക്തർ എന്ന് ചിലരെ വിളിച്ചു, ചിലരെ വലിയ ചിന്തയിലൂടെ പണ്ഡിതരെന്ന് വിളിച്ചു, വേറെ ചിലരെ അദ്ദേഹം എന്താ പറയുക പുറംപൂശുകളിലൂടെ വിശ്വാസം കൊണ്ടു നടക്കുന്നവരെന്ന് വിളിച്ചു. അതൊക്കെ തെറ്റാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഭാഗ്യഭക്തരെ ജപമാലയിൽ ഇങ്ങനെ ചൊല്ലിക്കൂട്ടും. മാതാവിന്റെ റാലി അവർക്ക് ഇഷ്ടം. ഞാൻ പറയുന്നല്ല കേട്ടോ, ഇനി എന്നോട് വിഷം തോന്നരുത്. മാതാവിന്റെ റാലി മെഡലുകളൊക്കെ അവർക്ക് ഇഷ്ടമാണ്. മാതാവിന്റെ രൂപം, മാതാവ് എന്തൊരു സുന്ദരിയാ, മാതാവിന്റെ രൂപം ഇഷ്ടമാണ്, പരിപാടികൾ ഇഷ്ടമാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ തന്നെ അത് വഹിക്കും. പരിശുദ്ധ ദൈവമാതാവിന്റെ ഏതെങ്കിലും ഒരു സുഹൃതം ജീവിതത്തിൽ പകർത്തുന്നതിനായി ചെറുവിരൽ പോലും അനക്കാത്ത ഒരു വ്യക്തിയായിരിക്കും അയാൾ. അത് യഥാർത്ഥ മരിയഭക്തിയല്ല. അതിങ്ങനെ കാറ്റഗറി തിരിച്ചേക്കുവാണ് 8 എണ്ണം. യഥാർത്ഥ മരിയഭക്തി, യഥാർത്ഥ മരിയഭക്തി എന്ന് പറയുന്നത് മൃദുലമാണ്, അത് ദൃഢമാണ്. അമ്മയുടെ മാറിൽ പറ്റിക്കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ, വലിയ സ്നേഹം അനുഭവിക്കുന്ന ഒരു കുഞ്ഞിന്റെ ജീവിതം പോലെ പരിശുദ്ധമ്മയോട് ചേർന്ന് നിൽക്കുന്ന മൃദുല ഭാവമുള്ള മരിയഭക്തി ദൃഢമാണ്. അത് ശക്തമായ ചില ജീവിത നിലപാടുകളാണ്. ഞാനിത് പറഞ്ഞു വരാൻ കാര്യം വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചില വിശുദ്ധർ വരുമ്പോൾ അടിച്ചു കയറും, ഇങ്ങനെ അങ്ങ് പോവും. ഷെയർ ചെയ്ത് ഞാനിങ്ങനെ വിശുദ്ധരെ കാറ്റഗറൈസ് ചെയ്ത് കച്ചാക്കുന്നതല്ല. ഇല്ല, ഏത് വിശുദ്ധരോട് പ്രാർത്ഥിച്ചാലും ദൈവമാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ഗ്രേഡൊന്നുമില്ല, ഒരു ഗ്രേഡും ഇല്ല, മനസ്സിലായോ? പക്ഷെ നമുക്ക് നമ്മുടേതായ ചില ധാരണകളുണ്ട്. നമുക്ക് ഇന്നാരെ കൊണ്ട് കാര്യമുണ്ട്, ഇന്നവർ പുറകെ നമുക്ക് പോകാം. വിശുദ്ധനാണെങ്കിൽ പോലും, കർത്താവാണെങ്കിലും കർത്താവെ നമുക്ക് കാര്യമുണ്ട്, ഇന്ന പോലെ ഒരു പരിപാടി ചെയ്താൽ അങ്ങനെ ഒരു സംഭവം തരപ്പെടുത്തിയെടുക്കാം, അപ്പോൾ ആ പരിപാടിക്ക് നമ്മൾ പോകും. ഈ ഉത്തരീയത്തെക്കുറിച്ച് പറയുമ്പോൾ കാർമൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്നാണ്. കാർമൽ മലയുടെ അഭിഷേകം, കാർമൽ മലയുടെ മുകളിൽ ഏലിയാവ് കയറി നിന്ന് ദൈവത്തിന്റെ അഗ്നി ഇറക്കി ബാലിന്റെ ദേവന്മാരെ അടിച്ചോടിച്ച് ബലിപീഠത്തിന്റെ കേടുകൾ പോക്കി പച്ച മാംസത്തിലേക്ക് വെള്ളമൊഴിച്ച് അത് ദഹിപ്പിച്ച് ഒരു വലിയ വിശ്വാസ പോരിന് യഹോവയുടെ പ്രവാചകന്മാരിൽ ഏലിയ മാത്രം അവശേഷിച്ചു. ഒറ്റയ്ക്ക് നിന്ന് പടവെട്ടി ആ മലയുടെ മുകളിൽ കാർമൽ, ദൈവത്തിന്റെ പൂന്തോട്ടമായ കാർമലിൽ പല പൊത്തുകളിലായി, ഗുഹകളിലായി സന്യാസിമാർ താമസിച്ചിരുന്നു. തിരുസഭയ്ക്ക് ഒരു കാലത്ത് വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്ന പൊത്തുകളായിരുന്നു അത്.
അതിന്റെ ഉള്ളിൽ താപസം അനുഷ്ഠിച്ചിരുന്ന, പരിത്യാഗ പ്രവൃത്തിയിലൂടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന സന്യാസി വര്യന്മാരെയാണ് കർമ്മലീത്തർ എന്ന് വിളിക്കുക. ഈ കർമ്മലീത്തരെ മുസ്ലിമുകൾ വന്ന് തകർത്ത് കളയാണ്. കുരിശുദ്ധത്തിന്റെ കാലത്ത് വിശുദ്ധ നാട്ടിൽ നിന്ന് കർമ്മൽ മലയിൽ നിന്ന് അവർ ചിതറിക്കപ്പെട്ട് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ചിതറിക്കപ്പെടുമ്പോൾ ഇംഗ്ലണ്ടിലെത്തിയ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ഇവരുടെ മഠാധിപനാണ്, ഇവരുടെ അധികാരിയാണ്. വലിയ പ്രതിസന്ധിയാണ്. ലോകത്തിലേക്ക് ഈ ആത്മീയത ചിതറിക്കപ്പെട്ടു. ഇവരിങ്ങനെ ഔസ്റ്റീരിയർ ലൈഫ്, എല്ലാത്തിൽ നിന്നും വിട്ടുമാറി പരിത്യാഗത്തിന്റെ ജീവിതം നയിച്ചത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു വലിയ പ്രതിസന്ധിയായി തീർന്നു. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടൂത്തി. തവിട്ട് മേലങ്കി അണിഞ്ഞ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മയോട് സൈമൺ സ്റ്റോക്ക് ചോദിച്ചു, എന്ത് ചെയ്യും? അമ്മയുടെ മേലങ്കി അവന് നേരെ നീട്ടി. തവിട്ട് നിറത്തിലുള്ള അമ്മയുടെ മേലങ്കി അവന് നേരെ നീട്ടി. ഇത് നീ ധരിക്കുക. ഞാൻ നിന്നെ എല്ലാ പ്രതികൂലതയിലും ഇങ്ങനെ എന്റെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആത്മീയതയുടെ അടയാളമായി നീ ഇത് ധരിക്കുക. യഥാർത്ഥ ഉത്തിരിയം എന്ന് പറയുന്നത് മുൻപിലും പുറകിലും 2 തട്ടുകളായി നീണ്ടു കിടക്കുന്ന വസ്ത്രത്തുണ്ടുകളാണ് ശരിക്കും പൊതിഞ്ഞിരിക്കുന്നത്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി തവിട്ട് നിറത്തിലുള്ള കമ്പിളി വസ്ത്രങ്ങളിലെ ചെറിയ കീറുകളാക്കി അത് ഒതുക്കി തിരുസഭ നമുക്ക് തന്നു. 2 തട്ടുകളായി ധരിക്കുമ്പോൾ ഇത് വെറുതെ ധരിച്ചതുകൊണ്ടായില്ല. വിശ്വാസത്തിൽ ആഴപ്പെട്ട് കൂടെ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന്, പരിശുദ്ധ കൂദാശകളോട് ചേർന്ന് നിന്ന് നീ ജീവിക്കുമ്പോൾ തിരുസഭ പഠിപ്പിച്ചു, സബറ്റൈൻ പ്രിവിലേജ്. നീ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കൊരു കൈയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് മേലെ അമ്മ പറയും, അത് എൻ്റെ മകനാ, എൻ്റെ കുഞ്ഞാ, അനുവദിക്കുകയില്ല. ആദ്യത്തെ ശനിയാഴ്ച ഈ ശുദ്ധീകരണാത്മാവിനെ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ആനന്ദിക്കുന്നതിനുള്ളൊരു കൃപ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിക്കുമെന്നാണ് തിരുസഭ പഠിപ്പിക്കുക. ഇതിനാണ് നമ്മൾ ഈ കോപ്രായം കാണിക്കുന്നത്. മരിച്ചു കഴിയുമ്പോൾ ഒരെണ്ണം സെറ്റ് ചെയ്ത് വിടും, ജീവിതകാലത്ത് ഇട്ടില്ലെങ്കിലും. ഇത് കഥ അറിഞ്ഞിട്ടാണോ നമ്മൾ ഓരോ സാധനങ്ങൾ ഇതിന് പുറകെ നിൽക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഒരു വിശ്വാസ ചരിത്രത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടാകണം. സഭാ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. യഥാർത്ഥത്തിൽ നമ്മൾ ആരുടെ പിന്മുറക്കാരാണ്? നമ്മൾ ഇന്ന് അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയുടെ പിൻപിൽ എത്രയോ ബലിജീവിതങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിയണം. ആദിമ സഭയിൽ അപ്പോസ്തലപ്രവൃത്തി, അങ്ങോട്ട് ഇതുവരെ കടക്കാൻ പറ്റില്ല, ഞാൻ പുറത്ത് കിടന്നിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക, യഥാർത്ഥ കാര്യത്തിലേക്ക് ഇതുവരെ കടക്കാൻ പറ്റിയില്ല, മറ്റു കാര്യങ്ങൾ പറഞ്ഞ്. ആദിമ സഭയിൽ ഈ പത്രോസും യോഹന്നാനും അധികാരികളാൽ പിടിക്കപ്പെട്ട്, അപ്പോസ്തലപ്രവർത്തനം 4:10 നമ്മൾ കാണുകയാണ്. അധികാരികളാൽ പിടിക്കപ്പെട്ട് അവരെ അധികാരിയുടെ മുമ്പിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ പത്രോസ് വിളിച്ചു പറയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ നിൽക്കുന്ന രോഗിക്ക് ഞാൻ സൗഖ്യം നൽകിയത്. പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേലെ യേശു എന്ന നാമത്തിലൂടെ അല്ലാതെ ആർക്കും രക്ഷയില്ല. ഇത് പറയുമ്പോൾ അധികാരികൾ ഇവരെ കണ്ട് പേടിച്ചു. ഇവർ സാധാരണ മനുഷ്യർ അസാധാരണ ധൈര്യം കാണിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ലോകത്തിൻ്റെ അധികാരിയുടെ സിംഹാസനം വിറച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചപ്പോൾ ലോകം തലതാഴ്ത്തി. പിശാചിന്, ലോകത്തിന് ഒറ്റ കാര്യമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമ്മളിൽ പേടി ജനിപ്പിക്കുക. ഈ വിശ്വാസ സമരത്തിൽ പണി കിട്ടും, തട്ട് കിട്ടും, മാന്തും, തോണ്ടും, കിള്ളും, തൊണ്ടാൻ വരട്ടെ, കിള്ളാൻ വരട്ടെ, തട്ടട്ടെ, ഒന്തട്ടെ, എൻ്റെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഈ പോര് നടത്തുക തന്നെ ചെയ്യും. നോ കോംപ്രമൈസ്. റോമാ ലേഖനത്തിൻ്റെ 5:3 മുതൽ 5 വരെ ഒരു പ്രധാനപ്പെട്ട വചനമാണ്. റോമാ 5:3 മുതൽ 5 വരെ. നമ്മുടെ കഷ്ടതയിലും നാം അഭിമാനിക്കുന്നു. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മബലവും, ആത്മബലം പ്രത്യാശയും ഉളവാക്കുന്നു. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഗച്ച പോക്കരികളായിട്ടുള്ള മനുഷ്യരുണ്ട്, ആത്മബലം ഉണ്ടാവുകയില്ല, കുതികാല് പറ്റിയ തീർന്ന്. മസിലിൻ്റെ പുറത്തുള്ള കളി, പണത്തിൻ്റെ പവർ, പാരമ്പര്യത്തിൻ്റെ പവർ, നമ്മളെ എനം വേറെയാ. ഇതൊക്കെ ഈ ലോകത്തിൻ്റെ ബലമാണ്. അതിനപ്പുറമുള്ള ഒരു ബലമുണ്ട്, അത് ആത്മബലമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി. പ്രായമായി വരുന്നവരുണ്ട്, കിടപ്പരുകളും ഇവിടെ വന്നിട്ടില്ല, ആണെങ്കിൽ അതാണ് സത്യം. നമ്മുടെ ശരീരത്തിൻ്റെ ബലം പോകുമ്പോൾ, ഇത് ഉറപ്പിച്ചു വെച്ചോട്ടോ, ശരീരത്തിൻ്റെ ബലം പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ബലം പോകും. ശരീരം നമ്മൾ പിടിച്ചെടുത്തോട്ട് വരാണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സും തളരും. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ജോയി ചേട്ടനെ പോലെ 15 വർഷം തളർന്നു കിടക്കുമ്പോഴും ആത്മബലത്താൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, വിശ്വാസത്തിന്റെ അടയാളമായി. എന്നതാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ കഷ്ടതയിലും നാം
പറഞ്ഞേ, നമ്മുടെ കഷ്ടതയിൽ നാം അഭിമാനിക്കുന്നു. എന്നതാ പറയുന്നേ? കഷ്ടപ്പാടിലേ വീടില്ലാത്തതിൽ ഞാൻ അഭിമാനിക്കുന്നു, ക്യാൻസർ പിടിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു, എൻ്റെ വീട്ടിലേക്ക് അനർത്ഥം കടന്നു വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, എൻ്റെ വിലക്കുറവിൽ ഞാൻ ഒറ്റപ്പെട്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ കഷ്ടത എനിക്ക് സഹനശീലം ഉണ്ടാക്കി. ക്രിസ്ത്യാനിയുടെ സഹന സഹിഷ്ണുത അടിച്ചാലും കുത്തിയാലും മാന്തിയാലും ചതച്ചാലും ഞെരിക്കിയാലും അമർത്തിയാലും അതാ അവനിങ്ങനെ എഴുന്നേറ്റിരിക്കുന്നു. ഈ ശിഷ്യന്മാരെ ആദിമസഭയെ കത്തിച്ചു, മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തും നാമാവശേഷമാക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ അതിൻ്റെ 10 മടങ്ങായി തിരുസഭ കത്തിപ്പടരുന്നതാണ് ലോകചരിത്രത്തിൽ നമ്മൾ കാണുക. കാരണം ഈ കഷ്ടത ഒരു വലിയ സഹനശീലം, ആത്മധൈര്യം എന്താണ്? ഈ ഒരു വലിയ സംഭവമാണ്. ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തൊക്കെ വന്നാലും ഈശോ ഉണ്ടെന്നേ, മാതാവുണ്ട്, സ്വർഗം കൂടെയുണ്ട്, എൻ്റെ ആത്മാവ് രക്ഷപ്പെടണം. അതെനിക്ക് പ്രധാനപ്പെട്ടത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു നിയോഗമായി ഒരു അച്ഛനെ കാണും, അച്ഛാ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ടോ? എൻ്റെ കുടുംബം എല്ലാവരുടെയും ആത്മാക്കൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു നിയോഗം കിട്ടിയിട്ടില്ല. നമ്മുടെ വിഷയമാണോ? അല്ലേ, നമ്മുടെ ഉളുക്ക് മാറണം, അല്ലേ, നമുക്ക് വിസ അടിച്ച് കിട്ടണം. ഞാനിതൊന്നും വേണ്ടാന്നല്ല പറയുന്നത്. ഇതൊക്കെ തരുന്ന ദൈവം തന്നെ. ഇതൊക്കെ മാറുകയും ചെയ്യും. കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ശിഷ്യന്മാർ പറഞ്ഞില്ലേ, ഈ രോഗിയെ സുഖപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ്. പ്രിയപ്പെട്ടവരെയും, നമുക്ക് 1 കൊരിന്തോസ് 1:18, നാശത്തിലൂടെ ചരിക്കുന്നവന് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തി അത്രേ. ഇത് പൗലോസ്ലീഹ പറഞ്ഞു വെച്ചതിൻ്റെ പിന്നിൽ വലിയൊരു കാര്യമുണ്ട്. നാശത്തിലൂടെ ചരിക്കുന്നവന് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. പൗലോസ്ലീഹ എനിക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് നിങ്ങളോട് പറയുവാനില്ല. ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടു, അവൻ മരിച്ചു ഉയർത്തു എന്നുള്ളതല്ലാതെ മറ്റൊന്ന് നിങ്ങളോട് പറയാനില്ല. കുരിശിനോട് വലിയ വിമുഖതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. ഇത് കേൾക്കും, ഇതെന്നെ ഇതൊരു നരക ജീവിതമാണോ? നമ്മൾ തന്നെ ഇതെല്ലാം ചുമന്ന് നരകിച്ച് ഇതിൽ കൂടി ഇങ്ങനെ ഇഴഞ്ഞ് വിഷമിച്ച് കണ്ണുനീരൊഴുക്കി സങ്കടപ്പെട്ട് ഒരു ദുരിതപൂർണ്ണമായ ജീവിതമാണോ ക്രിസ്ത്യാനി നയിക്കുക? നമ്മൾ ആദ്യം കുരിശ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ കുരിശ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെ അടയാളം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിൽ ഈശോ മരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ നമ്മളെ വില കൊടുത്ത് വാങ്ങി എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ മുമ്പിൽ പോയി ഇതെല്ലാം കൊടുത്ത് നമ്മളെ വാങ്ങിയെന്നൊന്നും അല്ല അർത്ഥം. മനസ്സിലായോ? പിശാച് സർവ്വശക്തനൊന്നുമല്ല, സർവ്വശക്തനായ ദൈവമാണ്. പിശാചിന് കുറച്ച് പവറൊക്കെ ഉണ്ട്. മലാഖയായിരുന്നു ലൂസിഫർ. അതുകൊണ്ട് ചില തട്ടിപ്പുകളൊക്കെ കാണിക്കും. സർവ്വശക്തനൊന്നുമല്ല. നമ്മളിങ്ങനെ ഒളിച്ചിരുന്ന് മാന്തുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക, വിശുദ്ധരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ പേടി ജനിപ്പിക്കുക, അലറുക, അല്ലേ? അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിശാചിന് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കുരിശ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായ നമ്മൾ ഇത് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുത്തിയ നിമിഷമാണ്. ദ മോസ്റ്റ് പവർഫുൾ മൊമെന്റ് ഇൻ ദ ഹിസ്റ്ററി. ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ നിമിഷമാണ്. അവന് മുൻപ് എന്നും അവന് ശേഷമെന്നും ലോക ചരിത്രത്തെ അവൻ ഈ കുരിശ് കൊണ്ട് കീഴ്മുറിച്ചു. കുരിശിന് ശേഷം ലോകത്തിന്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. അവൻ കുരിശിൽ മരിച്ചപ്പോൾ ഭൂമി ഇളകി, ആകാശം ഇരുണ്ടുപോയി, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, ദേവാലയത്തിന്റെ തിരശീല നടുവ് കീറി, ലോക സംവിധാനങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ശക്തമായൊരു നിമിഷമായിരുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ യഥാർത്ഥ ശക്തി? കർത്താവ് പ്രകടമാക്കിയ ശക്തി എന്താ? സ്നേഹം, സ്നേഹത്തിന്റെ ശക്തി, അതിന്റെ സാച്ചുറേഷൻ, അതിന്റെ പാരമ്യത. ഇതിനപ്പുറം ഇതിനേക്കാൾ വലിയ സ്നേഹമില്ല. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇതിന്റെ അപ്പുറം വേറൊരു സ്നേഹമില്ല, ഇതിനേക്കാൾ വലിയൊരു അനുസരണമില്ല, ഇതിനേക്കാൾ വലിയൊരു എളിമപ്പെടുത്തലില്ല. ഈ പറഞ്ഞതിന്റെ വിപരീതമാണ് പ്രിയപ്പെട്ടവരെ പിശാച്. സ്വാർത്ഥതയുടെ, വെറുപ്പിന്റെ, അസൂയയുടെ, അനുസരണക്കേടിന്റെ പ്രതീകമായ പിശാചിന് ഒരിക്കൽ അതിന് കടകവിരുദ്ധമായിട്ടുള്ള ദൈവത്തിന്റെ യഥാർത്ഥ യുദ്ധം അതല്ലേ? അപ്പൊ നമ്മളിത് നോക്കുമ്പോൾ തീർന്ന് അല്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞാലും ഞങ്ങൾ ഇതല്ലേ കാണുന്നത്. കുരിശിനോട് നമുക്കൊരു സ്നേഹം തോന്നാത്തവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല. കുരിശിനോട് നമുക്ക് സ്നേഹം തോന്നിയാലേ നമുക്ക് വലിയൊരു അനുഭവമാവുകയുള്ളൂ. വലിയ അനുഭവമാകണമെങ്കിൽ നമ്മൾ അവന്റെ സ്നേഹത്തിൽ പങ്കുകാരാകണം. കുരിശിന്റെ ചുവട്ടി നിൽക്കുമ്പോൾ നമ്മളുടെ ഹൃദയവും നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കാൻ സാധിക്കണം. നമുക്ക് ഈ ബലിയുമായി എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണം. അല്ലെങ്കിൽ അവൻ കാൽവരിയിലേക്ക് പോയപ്പോൾ വഴിയോര കാഴ്ച കണ്ടു നിന്ന പലരുമുണ്ട്, മറ്റു പല ചിന്തകളുമായി നിന്നവരുണ്ട്. പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, അനുഭവമാകുന്നില്ല എന്ന് പറയുന്ന അനേകരുണ്ട്. ഞാനൊരു കടുപ്പിച്ചുള്ള ഉദാഹരണം പറയാം.
ഞാൻ എന്നെ തന്നെ വെച്ച് പറയാം, നിങ്ങളെ തന്നെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസാനത്ത് പൊല്ലപ്പം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അപ്പൻ, ഞാനിപ്പോൾ ചാലക്കുടിയിലാണ്, അപ്പം കണ്ണൂരാണ്. ഈ അപ്പനെ നാട്ടുകാരെല്ലാം കൂടെ കൂടി അപമാനിക്കുകയാണ്. ഈ വസ്ത്രനാക്കി തുപ്പി തല്ലി അടിച്ച് ഇടിച്ച് ചതച്ച് ലൈവൊക്കെ പോകുന്നുണ്ട്. ലോകത്തെല്ലാവരും കണ്ട് അദ്ദേഹത്തെ മൃതപ്രാണനാക്കി, ഏറ്റവും വെറുക്കപ്പെട്ടവനാക്കി. ഞാൻ ഉറങ്ങുമോ? സുഖമായിട്ട് എന്തെങ്കിലും ഒരു ബോധമുള്ളവനാണ് ഉറങ്ങുമോ? കടയിൽ പോയി 2 കിലോ ബീഫും കൂടെ മേടിച്ചുകൊണ്ട് വന്നത് വരട്ടി അടിക്കുമോ? ഇല്ല, ഇറങ്ങുകയില്ല. തൊണ്ണയിൽ വാക്ക് ഒരുങ്ങും. ഈശോ നമുക്കാരെങ്കിലും ആണെങ്കിൽ അവൻ കാൽവരിയിൽ മരിക്കുമ്പോൾ നിനക്കൊരു അനുഭവമല്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഈശോ നമുക്കാരുമല്ല എന്നുള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ബലി നമുക്ക് അനുഭവമല്ലാതായി തീരുന്നത്. ഈശോ എന്റേതാണെങ്കിൽ, അവൻ എന്റെ സ്വന്തമാണെങ്കിൽ ഈ പരിശുദ്ധ ബലി ഒരു കൗതുക കാഴ്ചയായി പാട്ടുകാരെ നോക്കി, നാട്ടുകാരെ നോക്കി, അച്ഛന്റെ കഴിവ് നോക്കി ഇത് നമ്മൾ ഒരു കൗതുക കാഴ്ചയായിട്ട് ഇങ്ങനെ കണ്ട് പരിപാടി അവസാനിപ്പിച്ച് നമ്മളൊരു പ്രദർശനമൊക്കെ നടത്തി വരുന്ന പരിപാടിയായി അവസാനിക്കുമോ? നമ്മൾ ഇപ്പോഴും കർത്താവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അവൻ നമ്മുടെ ആരെങ്കിലും ആണോ? അവനെക്കുറിച്ച് പറയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? പത്രോസിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന കർത്താവ് ചോദിച്ചതുപോലെ ഈ വൈകുന്നേരം ഇത്രയും വചനം കേട്ട നീ, ഇത്രയും കാലം നവീകരണത്തിന്റെ വഴിയിലൂടെ നടന്ന നീ, നിന്റെ അരികിൽ കർത്താവ് ഉദ്ധിതനായ യേശു നിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന ഈ വൈകുന്നേരം നിന്റെ ഹൃദയത്തിലേക്ക് നോക്കി ചോദിക്കുകയാണ്, നീ സ്നേഹിക്കുന്നുണ്ടോ? വീണ്ടും ചോദിക്കുകയാണ്, നീ സ്നേഹിക്കുന്നുണ്ടോ? നീ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിത നിലപാടുകൾ ഇങ്ങനെ ആവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആദിമസഭയിലെ ചില സഭാപിതാക്കന്മാരെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ പരിശുദ്ധ കുർബാനയിലെ 3-ാം പ്രമാണ ജപം കഴിഞ്ഞ് അച്ഛന്മാരിങ്ങനെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കും, കരങ്ങൾ ഉയർത്തി നമ്മൾ പിതാക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക: എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായുള്ള പിതാക്കന്മാർക്ക് വേണ്ടിയും. ഇത് നേരത്തെ പറഞ്ഞ പിതാക്കന്മാരുടെ ഗണത്തിൽപ്പെട്ടതല്ല. രക്തസാക്ഷികൾ, വന്ദകർ, ആദിമസഭയിലെ ചില ടീംസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായുള്ള പിതാക്കന്മാർക്ക് വേണ്ടിയും. സഭാപിതാക്കന്മാരെന്ന് പറയുന്നൊരു ഗണമുണ്ട്. നമുക്ക് ഇവരുടെ കഥ, വിശുദ്ധ ഇരന്യൂസിൻ്റെ കഥ, അതൊക്കെ നമ്മളിങ്ങനെ കുട്ടിസി കൂടെ ഒക്കെ വിടുന്നുണ്ട്. ഇരന്യൂസോ? ഏത് ഇരന്യൂസ്? നമുക്ക് കിട്ടപ്പോരുണ്ടോ നോക്കും അല്ലേ? ഇത്രയും സമയം കളയാൻ വിശ്വാസ വീരന്മാരായി പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവിച്ച് അവരെ നമ്മൾ പരിശുദ്ധ ബലിയിൽ അനുസ്മരിക്കാനുള്ള കാരണം 1-2 കാരണങ്ങൾ ഞാൻ പറയാം. ആദിമസഭയിലെ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, അങ്ങനെ പല സഭാപിതാക്കന്മാരുണ്ട്. ഈ വിശുദ്ധ ഇഗ്നേഷ്യസ് പിതാവാണേ, സഭാപിതാവാണ്. അതായത് അപ്പസ്തോലന്മാരുടെ അടുത്ത തലമുറയെ നമ്മൾ സഭാപിതാക്കന്മാരെന്ന് പറയാം. ഈ പറയുന്ന യോഹന്നാൻ്റെ ശിഷ്യനായിട്ടുള്ള പോളിക്കാർപ്പിൻ്റെ ശിഷ്യൻ ഇരന്യൂസ്, അങ്ങനെ പോവാണ് ഈ ശ്രേണി. അവരെയാണ് ബിഷപ്പുമാരായിട്ട് അപ്പസ്തോലന്മാർ അവരോധിച്ചവരാണ്. ഇത് നമ്മുടെ അപ്പസ്തോലിക സഭയിലാണ് നമ്മൾ നിൽക്കുക, അല്ലാണ്ട് ഇത് ഇടയ്ക്ക് ഇവിടെ പൊട്ടിമുളച്ച സംഭവമല്ല. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് നാളെ സിംഹത്തിൻ്റെ മടയിലേക്ക് എറിയപ്പെടാൻ പോവുകയാണ്. വിശ്വാസ സമൂഹത്തെ വിളിച്ചുകൂട്ടി, പ്രിയപ്പെട്ടവരെ, ഞാൻ നാളെ പരിശുദ്ധ കുർബാനയാകാൻ പോവുകയാണ്. ഗോതമ്പ് പൊടിഞ്ഞ് അപ്പമായി തീരുന്നത് പോലെ ഒരു സിംഹത്തിന്റെ ദംഷ്ടകൾക്കുള്ളിൽ ഞാനിങ്ങനെ പൊടിഞ്ഞമർന്ന് ഞെരിഞ്ഞമർന്നില്ലാണ്ടായി അപ്പമായി തീർന്ന് കുർബാനയാകാൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞാണ് പിറ്റേ ദിവസം ഈ പിതാവ് ഈ ക്രൂര മൃഗങ്ങളുടെ ഇടയിലേക്ക് നടന്നു പോവുക. എന്തിനാ ഇവരെ പിടിച്ചതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതുപോലെ തന്നെ വിശുദ്ധ ജസ്റ്റിനെ പിടിച്ചുകൊണ്ട് പോയപ്പം പ്രിയപ്പെട്ടവരെ 1-2 പേരൊന്നുമല്ല, വലിയ സംഘത്തെ പിടിച്ചുകൊണ്ട് പോയത്. വിശുദ്ധ ജസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൃത്യമായ നിലപാടുകൾ. റോമ സാമ്രാജ്യം പറയുകയാണ്, നിങ്ങൾ മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന കാനിബലിസം, മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ടീംസ് അല്ലേ നിങ്ങൾ പറയുന്ന ആളുടെ ശരീരം രക്തം ഭക്ഷിക്കുന്നതല്ലേ. ഇവരിതിനകത്ത് വന്ന് പുറത്ത് പറയപ്പെടുന്ന അങ്ങനെ ഈ ക്രിസ്ത്യാനികളൊന്നും ഇവർ അവരുടെ സിനിമാ പരിപാടികളിലും അവരുടെ ആഘോഷ പരിപാടികളൊന്നും പോകില്ല. നമ്മളെപ്പോലെ അല്ല, എല്ലായിടത്തും കെട്ടിയൊരുങ്ങി പോവുകയില്ല, ഒക്കാത്ത സ്ഥലത്ത് ഇവർ പോവില്ല. ഇവർക്ക് ചേരാത്ത, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത ഇടങ്ങളിൽ ഇവർ സന്നിഹിതരാവില്ല. ഇവർ നോട്ടപ്പുള്ളികളാക്കി, ഇവർ രാഷ്ട്രത്തിനെതിരാണ്. എല്ലായിടത്തും ഇവർ ഇണങ്ങിച്ചേരുന്നില്ല, എല്ലാ കൂത്തിനും ഇവരില്ല. പിന്നെ നോക്കുമ്പോഴാണ് ഇവർ നിരീശ്വരവാദികളാണ്. കാരണം റോമിൻ്റെ ദേവനെ ഇവർ ആരാധിക്കുന്നില്ല, സീസറിനെ ഇവർ ഏറ്റുപറയുന്നില്ല. അപ്പോൾ ഇത് വലിയ ഒരു രാജ്യദ്രോഹമായി ഇവരെ പിടിക്കുക, പൂശുക, പച്ചയ്ക്ക് നിർത്തി തൊലി വിളിക്കുക, കത്തിക്കുക, എണ്ണയിലിടുക, പല വക പരിപാടികളാണ്. അവരുടെ വലിയ അർപ്പണങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പല പള്ളികളുടെയും ജനാലകളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരു മീനിൻ്റെ ഒറ്റപ്പെട്ട ചിത്രം വെക്കാറുണ്ട്. ഒരു മീനിൻ്റെ അടയാളം,
റോമാ നഗരത്തിൽ പരിശുദ്ധ ബലി അർപ്പിക്കുന്ന രഹസ്യ സങ്കേതങ്ങളിലേക്ക് ആദിമ ക്രിസ്ത്യാനികൾക്ക് നടന്നു പോകുവാനുള്ള രഹസ്യ അടയാളമായിരുന്നു അമീൻ. ആദിമ ക്രിസ്ത്യാനികളെ സൂചിപ്പിച്ചിരുന്ന അടയാളമാണ് അമീൻ്റെ അടയാളം. ഇതൊക്കെ നമ്മൾ പള്ളിയിൽ അലങ്കാരത്തിനായി വെക്കാറുണ്ട്. പല പള്ളികളിൽ ചെല്ലുമ്പോൾ കാണാം. കഥ നമുക്കറിയത്തില്ലെങ്കിലും സംഗതി നമ്മളെടുത്ത് വെക്കും. എവിടെയോ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെയും വെക്കാം. എന്തോണോ ആവോ. ഇനിയിപ്പോൾ ആ കൊച്ചിൻ്റെ നിന്ന് വാങ്ങിയ മീനായിരിക്കും. അതിനിപ്പോൾ അല്ലെങ്കിലും എന്തെങ്കിലും ആട്ട് അല്ലേ? നമുക്കിതിന് വല്ല നേരമുണ്ടോ? ആദിമ ക്രിസ്ത്യാനികൾ ഈ ഒളി സങ്കേതങ്ങളിലേക്ക് പോയി ബലിയർപ്പിക്കും. അവരുടെ ബലിയർപ്പണങ്ങൾക്ക് അവസാനം ഒരുപക്ഷേ ജീവത്യാഗമായിരിക്കും. കണ്ടുപിടിച്ചാൽ അവരെ കൊന്നുകളയും. ഈ വിശുദ്ധ ജസ്റ്റിൻ്റെ ഒപ്പം കുറേ ടീംസിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇവരുടെ ഡയലോഗുകൾ യൂസേബിയൂസ് എന്ന് പറയുന്ന ചരിത്രകാരൻ, സഭാചരിത്രകാരൻ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവസാന നിമിഷങ്ങളിലെ ഇവരുടെ ഡയലോഗുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കണം. വിശുദ്ധ ജസ്റ്റിനോട് ചോദിക്കുകയാണ്, നീ ക്രിസ്ത്യാനിയാണോ? അതെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ജസ്റ്റിൻ പറയാണ്. പിന്നെ അടുത്തത് കരിത്തോൻ, നീ ക്രിസ്ത്യാനിയാണോ? ദൈവകൽപ്പനയാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അടുത്തവനെ പിടിച്ചു. അടുത്തവനോട് ചോദിച്ചു, എവുൽപിസ്തോസ്, നീ ക്രിസ്ത്യാനിയാണോ? ഞാനും ക്രിസ്ത്യാനിയാണ്. ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി. ക്രിസ്തുവിന്റെ കൃപയാൽ അതേ പ്രത്യാശയിൽ ഞാൻ പങ്കുകാരനായി. കയറ്റി നിർത്തുകയാണ് ഓരോ ടീംസിനെ. അടുത്തവനോട് ചോദിച്ചു, ഹിരേയാക്സ് പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാണോ? ഞാനും ക്രിസ്ത്യാനിയാണ്. ലിബേരിയൻ, ഞാനും ക്രിസ്ത്യാനിയാണ്. കാരണം ഞാനൊരു വിശ്വാസിയാണ്. ഏക സത്യദൈവത്തെ തിരിച്ചറിഞ്ഞവനാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൂട്ടമായിട്ട് ഓരോ ആൾക്കാർ ഇത് എവിടെയെങ്കിലും ഗുഹയിൽ കൊണ്ടുപോയിട്ട് രഹസ്യമായിട്ട് പൊട്ടിച്ചു കളയുന്നതല്ല. ഇതുപോലുള്ള ഒരു കൂട്ടത്തിന്റെ നടുവ് നിർത്തിയിട്ടാണ് ഓരോരുത്തരെ പേര് വിളിക്കും. നാട്ടിൽ രഹസ്യമായി ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് പിടിവീഴുന്നത്. പിടിക്കപ്പെട്ട് ക്രിസ്ത്യാനിയാണ്, ഇങ്ങോട്ട് വാ, നീ ക്രിസ്ത്യാനിയാണോ? ദൈവകൽപ്പനയാൽ ഞാൻ ക്രിസ്ത്യാനിയാണ്. ഇത് എന്നിട്ട് ഇവരുടെയൊക്കെ ഓരോ, അതായത് ഈ രക്തസാക്ഷികളെല്ലാം കൂട്ടമായിട്ട് പോയിട്ട് അങ്ങ് കയറുകയാണ്. സ്മിർണ, പോളികാർപ്പ്, തുർക്കി. അടുത്ത മാസം ഞാൻ പോകുന്നുണ്ട്. ഈ മാസം തന്നെ പോകുന്നുണ്ട്. കാണണം. ഒരു വിശുദ്ധ യോഹന്നാൻ വചനം പറഞ്ഞ സ്ഥലം. തുർക്കി ക്രിസ്ത്യാനികളുടെ നാടാണ് നമ്മുടെ വിചാരം. നമ്മൾ എന്നിട്ട് ഇതൊക്കെ കേട്ട് തുർക്കി അവരുടെ നാടാണ്. ക്രിസ്തീയത ആരംഭിച്ച സ്ഥലം, വിശുദ്ധ പൗലോസും യോഹന്നാനും ഒക്കെ വചനം പറഞ്ഞ സ്ഥലം, വിശുദ്ധ പോളികാർപ്പിന്റെ സ്ഥലം, വിശുദ്ധ ഇരേനിയൂസിന്റെ സ്ഥലം. ഈ പോളികാർപ്പ് മെത്രാനാണ്. ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകാനായി രാത്രിയിൽ വരികയാണ് ആൾക്കാർ. രാത്രിയുടെ യാമങ്ങളിൽ കള്ളന്മാർ വരുന്നത് പോലെ ഇവർ പതുങ്ങി വരുമ്പോൾ ഈ മെത്രാൻ ഇങ്ങനൊരു കട്ടിൽ കിടക്കുകയായിരുന്നു. അതൊക്കെ സഭാചരിത്രത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കട്ടിൽ കിടക്കുകയായിരുന്നു. ശാന്തനായി അദ്ദേഹം ഇറങ്ങി വന്നു. ആതിഥ്യ മര്യാദയോടുകൂടി അവരെ സ്വീകരിച്ചു. നിങ്ങൾ എന്തെങ്കിലും കഴിക്കേ, ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് വരാം. ഈ മെത്രാൻ തൻ്റെ പ്രാർത്ഥന മുറിയിലേക്ക് കടന്ന്, കർത്താവെ, എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ പിഴവുകളെ ഓർത്ത്, ഞാൻ വേദനിപ്പിച്ച വ്യക്തികളെ ഓർത്ത്, ഞാൻ അനുഗ്രഹിക്കാതെ പോയ വ്യക്തികളെ ഓർത്ത്, ഞാൻ നടത്തിയ ജീവിതത്തിൻ്റെ അലംഭാവങ്ങളും ഞാൻ വില കൊടുക്കാതെ പോയ കാര്യങ്ങളും ഓർത്ത് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. 2 മണിക്കൂർ നീണ്ടു ആ പ്രാർത്ഥന. അതിനുശേഷം മെത്രാൻ ഇറങ്ങിയാണ്. പോകാം. കുട്ടിക്കൊണ്ടു പോകുന്ന വഴിക്ക് കുത്തുവാക്ക് പോലെ ഇവർ പറയുന്നുണ്ട്, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പോലെ ഈ വയസ്സാം കാലത്ത് തീക്കകത്ത് ചാടണം. അപ്പോൾ ഈ പോളികാർപ്പ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല എന്ന് നിങ്ങൾ നടിക്കരുത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നിങ്ങളത് മനസ്സിലായില്ല നടിക്കരുത്. എൻ്റെ അടുത്ത് ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഇത് കൊണ്ടുപോയിട്ട് തീക്കകത്തേക്ക് കയറ്റുന്നതിന് മുമ്പേ ഒരു ചെറിയ കരുണ കാണിക്കും. ആണി അടിച്ച് വെച്ചിട്ട് തീക്കകത്ത് കയറ്റും. ആണിയൊന്നും അടിക്കണ്ട, ഞാൻ കയറി പൊക്കോളാം, നിങ്ങൾ വലിയ അഭ്യാസമൊന്നും എടുക്കണ്ട. പ്രിയപ്പെട്ടവരെ, ചരിത്രം ഇങ്ങനെയാണ് പറയുക. വിശുദ്ധ പോളികാർപ്പ് ആ തീക്കുണ്ടത്തിന്റെ നടുവിലേക്ക് മണിക്കൂറുകൾ കയറി നിന്നിട്ടും ആ ദേഹത്തെ അഗ്നി തൊട്ടില്ല. അവസാനം ഒരു കുന്തമുനയാൽ അദ്ദേഹത്തിന്റെ മാറ് പിളർന്നാണ് അദ്ദേഹത്തെ അവിടെ അടക്കുക. വിശുദ്ധ പോളികാർപ്പിന്റെ ശരീരം അവിടെ തന്നെ ദഹിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നുള്ള ആസ്തിത്തുണ്ടങ്ങൾ പെറുക്കിയെടുത്ത് ഇത് മണിമുത്തുകളാണ് എന്നും ഇത് വൈരക്കല്ലുകളാണ് എന്നും ഇത് തിരുസഭയുടെ നിധിയാണെന്നും പറഞ്ഞ് പൊക്കിപ്പിടിച്ചാണ് തിരുസഭയിൽ ആദ്യത്തെ തിരിശേഷിപ്പുണ്ടാകുന്നത്. അത് കൊണ്ടുപോയി വെച്ച ഇടങ്ങളിൽ തൊട്ടപ്പോൾ അത്ഭുതം. ഇവർ മരിച്ചതിനേക്കാൾ ജീവിച്ചതിനേക്കാൾ ശക്തമായിരുന്നു ഇവരുടെ മരണം. യഥാർത്ഥ വിശ്വാസിയുടെ മരണം ഒരു സംഭവമാണ്. അനേകർക്ക് വിശ്വാസ വെളിച്ചമാകുന്നുണ്ടല്ല, എല്ലാം തകർന്ന് നിലവിളിച്ച് കിറികോടി ചങ്കത്തടിച്ച് ബഹളം വെച്ച് അങ്ങനെയല്ല. കർത്താവിനെ നേരിക്കണ്ടുകൊണ്ടുള്ള നിപ്പ. രക്തസാക്ഷികളുടെ തിരിശേഷിപ്പുകളാണ് സഭയിൽ ആദ്യം വണങ്ങുക. അവരുടെ രക്തം വീണ വസ്ത്രങ്ങളും ആഭരണങ്ങളും ആ സഭാ സമൂഹത്തിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പറയും, അവരുടെ ജീവിക്കുന്ന സാന്നിധ്യവും മാധ്യസ്ഥവും മാതൃകയും നമ്മുടെ മുൻപിലുണ്ട്. ഇത് പറയുന്ന ക്ഷണം അതെടുത്തു വെച്ച ഇടങ്ങളിൽ തൊട്ടപ്പോൾ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ സംഭവിച്ചപ്പോൾ ഇതിങ്ങനെ മൂലയ്ക്ക് ചുരുട്ടിക്കൂട്ടി വെക്കേണ്ടതല്ല, നിധിപേടകങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് സഭ വന്നപ്പോഴാണ് അൾത്താരകളിലേക്ക് തിരിശേഷിപ്പുകളായി വിശുദ്ധരുടെ ശേഷിപ്പുകൾ നമ്മൾ എടുത്തുകൊണ്ടുവരാൻ തുടങ്ങിയത്. ഒരു ദിവസം മാർപ്പാപ്പയ്ക്ക് വന്നപ്പം പീസൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് പെട്ടിക്കകത്താക്കി കൊണ്ടുവെക്കാൻ തീരുമാനിച്ചതല്ല. അനുഭവത്തിൽ നിന്നാണ് തിരുസഭയിലേക്ക് ഓരോ വണക്കങ്ങളും ജീവിതങ്ങളും കടന്നു വരിക. ഈ പോളികാർപ്പിന്റെ ശിഷ്യനുണ്ട് ഇരേനിയൂസ്. ഈ ഇരേനിയൂസ് ആണ് തിരുസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വൃത്തിയിൽ ഒരു വിശ്വാസ പ്രമാണം എഴുതിയുണ്ടാക്കുക. കാരണം ഒരുപാട് അബദ്ധ സിദ്ധാന്തങ്ങളാണ്. ശിഷ്യന്മാരുടെ ആ ജനറേഷൻ അങ്ങ് തീർന്നു. ഇവർ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. പിന്നീടാണ് തിരുവചനങ്ങളെല്ലാം ചേർത്തെടുക്കപ്പെട്ട് ഇങ്ങനെ പലരും പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് തോന്നിയ കോല. യഥാർത്ഥ അപ്പസ്തോലിക പ്രബോധനമല്ല. ഓരോരുത്തർ ബൈബിൾ എടുക്കും, ഓരോന്ന് പറയും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ അവിടെ പിളർപ്പായി, ബഹളമായി, വേറെ ടീമുകളായി, സെക്റ്റായി, അങ്ങനെയായി ഇങ്ങനെയായി.
ആ കുറേ പേർക്ക് വന്നാണ് അവരാണ് ശരി, അവരുടെ പുറകെ പോകുന്നത്. അപ്പോൾ ആദിമസഭയിൽ ഇങ്ങനെ ഒരു പ്രതികൂലത ഉണ്ടാകുമ്പോൾ, കിഴക്കും പടിഞ്ഞാറും തമ്മിൽ വലിയ ഭിന്നിപ്പുണ്ടാകുമ്പോൾ, ഈ 2023 ആണ്ടിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിശുദ്ധ ഇരേനിവൂസിനെ ദ ഡോക്ടർ ഓഫ് യൂണിറ്റി, സഭയുടെ ഐക്യത്തിൻ്റെ വേദപാരംഗതൻ എന്നുള്ള ഒരു പദവിയിലേക്ക് ഉയർത്തുകയാണ്. അദ്ദേഹം കയറി ചെന്ന പള്ളിയിലെ വഴക്ക് തീരും, എവിടെ അടി നടക്കുന്നുണ്ടോ ചെല്ലും. കൃത്യമായ പ്രബോധനം, വായിന്ന് വീഴുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രചോദനത്താലുള്ള പ്രബോധനങ്ങൾ. അപ്പസ്തോലന്മാർ എങ്ങനെയാണോ പഠിപ്പിച്ചത് അത് കൃത്യമായി അദ്ദേഹം പകർന്നു കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവായിരുന്നു. അദ്ദേഹമാണ് തിരുസഭയിൽ ആദ്യമായിട്ട് ഒരു വിശ്വാസ പ്രമാണ രേഖ, നമ്മുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് രൂപപ്പെടുത്തുക. പിന്നീട് നമ്മൾ തിയോളജി ക്ലാസ്സുകളൊക്കെ പോയിരിക്കുമ്പോൾ ഇരേനിയൂസ് പറഞ്ഞതുപോലെ, ഇരേനിയൂസ് പഠിപ്പിച്ചതുപോലെ, ഇരേനിയൂസ് കൃത്യമാക്കി തന്നതുപോലെ അങ്ങനെ പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുക. സഭാപിതാവ് ഇദ്ദേഹത്തെ പിടിച്ച്, ഈ ആളുടെ ശിഷ്യനാ, പോളികാർപ്പിൻ്റെ നേരത്തെ പറഞ്ഞ് തീക്കാതെ നിന്ന ടീമില്ലേ, ആളുടെ ശിഷ്യനാ പിടിച്ചു കഴിഞ്ഞ് വിശ്വാസികൾക്കെല്ലാം ഭയങ്കര പ്രാണന, പിതാവല്ലേ അല്ലേ, ഇപ്പോഴത്തെക്കാട്ടിലും കുറേയും കൂടെ സ്നേഹമെന്നുണ്ടായിരുന്നു. പിതാവിൻ്റെ പുറകെ ഇവരെല്ലാവരും ഓടിക്കൂടി വന്ന്, അപ്പോൾ പിതാവിനെ ഇങ്ങനെ രാജ്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിർത്തി. അന്നൊക്കെ ഈ മർദ്ദന മുറകളുണ്ട്, പീഡന യന്ത്രങ്ങളുണ്ട്. ഒരു യന്ത്രത്തിൽ ഇങ്ങനെ ഘടിപ്പിച്ച്, എന്നിട്ട് സന്ധിബന്ധങ്ങളെല്ലാം ഇങ്ങനെ വിടുവിപ്പിച്ച് മെല്ലെ മെല്ലെ കടക്കടക്കടക്കുന്ന സൗണ്ട് കേട്ട് ഓരോ ജോയിൻറ്റുകൾ പൊട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ദൈവത്തെ ഒന്ന് തള്ളി പറയാം, യേശുക്രിസ്തു ഏക രക്ഷകനല്ല എന്ന് പറഞ്ഞാൽ വിടാം. വിശ്വാസികളിൽ പലർക്കും കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മെല്ലെ അടുത്ത് വന്ന്, ചെവിയുടെ അടുത്ത് വന്നിട്ട് മെല്ലെ പറഞ്ഞു, പിതാവെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാമല്ല, പിന്നെ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പറയാം, ഇതിപ്പോൾ ഇവിടെ നിന്ന് ഊരാൻ, നമ്മൾ ഈ കെണിയിൽ നിന്ന് ഊരാൻ നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഞാൻ നിങ്ങളുടെ മുൻപിൽ എന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ എന്നെയും തള്ളിപ്പറയപ്പെടുമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയില്ലേ? വിശ്വാസമില്ലാത്തവരെ പോലെ സംസാരിക്കരുത്. ഇത് കേട്ടപ്പോൾ രാജാവിന് വെച്ചോണ്ടിരിക്കണ്ട, എറിഞ്ഞു കളഞ്ഞേക്ക്, പുഴയിലേക്ക് എറിഞ്ഞേക്ക്. ഇരേനിയൂസ് പറഞ്ഞ്, ഒരു ക്രിസ്ത്യാനിയുടെ സഹന സഹിഷ്ണുത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ക്രിസ്ത്യാനി അർഹിക്കുന്ന മരണം എനിക്ക് വേണം, ധീരമായ മരണം. അവസാനം ഈ മനുഷ്യനെ കലിപൂണ്ട് ഈ സേവകന്മാർ ഓരോരുത്തരായി പിടിച്ച് ഇഞ്ചിഞ്ചായി വെട്ടി, ആദ്യം കൈപ്പത്തി, പിന്നെ കൈമുട്ട്, കാൽമുട്ട്, അങ്ങനെ ഓരോ പീസുകളായി ബുച്ചറിങ്, അക്ഷരാർത്ഥത്തിൽ കശാപ്പ് ചെയ്ത് ഓരോ പീസുകളായിട്ട് ഈ പുഴയിലേക്ക് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കളഞ്ഞു. ഇതാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയുന്ന അങ്ങയുടെ സന്നിധിയിൽ നീതിമാന്മാരായി ചരിച്ച പിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, അന്നേരമൊക്കെ കുടുംബങ്ങളായിട്ട് ഹല്ലേലൂയ വാടി സിംഹത്തിൻ്റെ മടയിലേക്കും ഇതുപോലെയുള്ള പീഡന സ്ഥലങ്ങളിലേക്കും നടന്നു പോയത് ഒറ്റയ്ക്കല്ല, കൂട്ടമായിട്ടാണ് ആദിമ ക്രിസ്ത്യാനികൾ. ഇത് എങ്ങനെ സാധിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പവറാണ്. എന്നാലും നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞവരെ ശിഷ്യന്മാരുടെ ആദ്യത്തെ റേഞ്ചിൽ കർത്താവ് ഭയങ്കരമായിട്ട് പുറകെ കിടന്ന് എത്ര തവണ കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു, അത്ഭുതം കണ്ട് വെള്ളത്തിലേക്ക് പടച്ചാടിയതാണ് പത്രോസ്. അതുപോലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു വരുന്നൊരു വികാര വിക്ഷോഭ കാര്യങ്ങളൊന്നുമല്ല, യഥാർത്ഥ നിലപാട്. എന്തെങ്കിലും കിട്ടിയിട്ട് കർത്താവിൻ്റെ പുറകെ കൂടി ഈ ലോകത്തെ ജീവിതം സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവൻ ക്രിസ്ത്യാനി അല്ല. അവൻ കാര്യം കാണാൻ വേണ്ടി കർത്താവിൻ്റെ പുറകെ നടക്കുന്ന ഒരു നീചമായ മനുഷ്യജന്മമാണ്. ദൈവം എല്ലാം തരും. ഇത് പറയുന്ന മാതിരി നമ്മുടെ വേദന മാറ്റാതെ നമ്മളിങ്ങനെ കിടന്ന് സഹിക്കണമെന്നും നമ്മളിങ്ങനെ കിടന്ന് ദുരിതപ്പെടണമെന്നും നരകിക്കണമെന്നും കർത്താവ് എത്രയോ പേർക്ക് ആ സൗഖ്യം കൊടുത്തത്. പക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത് എന്താ? അവൻ്റെ ബലിയിൽ, അവനേറ്റ പീഡകളിൽ അതിൻ്റെ യോഗ്യത സ്വീകരിക്കുന്ന ഒരു സമൂഹം. അതാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് പൗലോസ്ലീഹയൊക്കെ അവൻ വേഗം വരുമെന്ന് കരുതിയിരുന്നു. ആ ജനത്തെ ഒരുക്കിയിരുന്നത് അതുകൊണ്ടാണ് കർത്താവ് വേഗം വരും. അതിനുശേഷം അവരുടെ വിശ്വാസത്തിൽ എങ്ങനെയാണ് കർത്താവ് വരിക? അവൻ്റെ അടയാളം ആകാശത്ത് കാണപ്പെടും. ഇതെങ്ങനെയാണ് തിരുസഭ പഠിപ്പിക്കുന്നത്? നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? രണ്ടാം വരവിനായി സഭയൊരുക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, നമ്മൾ കാണുന്ന അടയാളങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 29 മുതൽ, അക്കാലത്തെ പീഡകൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിപതിക്കും, ആകാശരശ്മികൾ ഇളകും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷമാകും. മനുഷ്യപുത്രൻ്റെ അടയാളം പരിശുദ്ധ കുരിശ്. പീഡനങ്ങളുടെ അടയാളമായ പരിശുദ്ധ കുരിശ് തിരുസഭ പീഡിപ്പിക്കപ്പെടും. വലിയ പ്രതികൂലതകളിലും പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നു പോകും. 32 അധ്യായത്തിൽ വളരെ ഉപമയോടുകൂടി കർത്താവ് പറയുക, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഇതൊരു വിവേകമാണ്, ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ജ്ഞാനമാണ്. കാര്യങ്ങൾ വിവേചിച്ചറിയുവാനായി നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പോയി വായിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡേറ്റ് പറഞ്ഞോ, ആരെങ്കിലും ഒരു സംഭവം പറഞ്ഞോ, ഏതെങ്കിലും ഒരു അവിടെ ഇവിടെ അവൻ പ്രത്യക്ഷപ്പെടും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോ, കുറേ കെട്ടുകഥകൾ പോലെ എന്തെങ്കിലും പറഞ്ഞോ, ഇതൊന്നുമല്ല. ഇത് നിങ്ങൾ അടയാളങ്ങൾ കണ്ട് മനസ്സിലാക്കുവിൻ. ഇത് വലിയൊരു ബോധ്യമാണ്.
വലിയൊരു വിവേകമാണ്. നമ്മൾ 10 കന്യകളുടെ ഉപമകളിൽ കാണുന്നുണ്ട്. വിവേകശൂന്യർ 5 പേര്, വിവേകമതികൾ 5 പേർ വിവേകശൂന്യർ. അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 25:12 ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഒരു ജാഗ്രത വേണം. തിരുസഭ 2-3 രീതികളിലാണ് കർത്താവിൻ്റെ രണ്ടാം വരവിനെ പഠിപ്പിക്കുക. വ്യത്യസ്തമായ രീതിയിലാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അന്തിക്രിസ്തു കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അന്തിക്രിസ്തു ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. തിന്മ അതിൻ്റെ ആധിപത്യം പുലർത്തുന്ന സമയം അത് അന്തിക്രിസ്തുവിൻ്റെ സമയമാണ്. അതൊരു വ്യക്തിയാകണമെന്നില്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയം അത് അന്തിക്രിസ്തുവിൻ്റെ സമയമാണ്. മനുഷ്യൻ അഹങ്കാരത്തോടുകൂടി ദൈവനിഷേധികളായി മാറുന്ന സമയം അത് അന്തിക്രിസ്തുവിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ വരവ്. കർത്താവ് പോയോ സിസ്റ്ററെ? പോയോ? കർത്താവ് ഇവിടെ ഉണ്ടോ? പോയോ? ഉണ്ട്. കറക്റ്റ് ആൻസർ. കർത്താവ് ഇവിടെ ഉണ്ട്. ഉദ്ധിതനായ യേശു ഇവിടെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് അവൻ്റെ രണ്ടാം വരവ് നമ്മൾ പറയാം? പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ നമ്മൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. പരിശുദ്ധ കൂദാശകളിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ്. എന്നിട്ട് പിന്നെന്താ നമ്മൾ ഈ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നത്? പോകാത്തവൻ വരുന്നതിനെ കുറിച്ച് പറയുന്ന കഥയാണ്. കൃത്യമായി മനസ്സിലാക്കുക. ഉദ്ധിതനായ കർത്താവിന്റെ സാന്നിധ്യം കൃത്യമായ രീതിയിൽ നമ്മൾ പ്രകടമായ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന നിമിഷമാണത് കർത്താവിന്റെ രണ്ടാം വരവ്. പരിശുദ്ധ കുർബാന നിനക്ക് ജീവിക്കുന്ന സാന്നിധ്യമായി മാറുന്ന നിമിഷം, നീ കർത്താവിന്റെ സാന്നിധ്യം പരിപൂർണമായി അനുഭവിക്കുന്ന നിമിഷം കർത്താവിന്റെ രണ്ടാം വരവ്. പരിശുദ്ധ കുർബാന നിനക്കൊരു കൗതുക കാഴ്ചയായി മാറാതെ നിന്റെ ജീവിതമായി മാറുന്ന സമയം. എല്ലാ കൂദാശകളും ഒരുപോലെയല്ല. 5 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഫി മേക്കിംഗ് മെഷീനകത്തുനിന്ന് കോഫി ചാടി വരുന്നത് പോലെ സ്വിച്ച് ഇട്ട ചാടി വരുന്നതല്ല. തിരിച്ചു പഠിപ്പിക്കുന്നുണ്ട് പൂർണ്ണമായ കുമ്പസാരം, അപൂർണമായ കുമ്പസാരം. യൂദാസ് അന്ത്യത്താഴവേളയിൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം മേടിച്ചവൻ്റെ ഉള്ളിൽ പിശാച് കയറിയെന്ന് നമ്മൾ വായിക്കാം. അവൻ പുറത്തേക്ക് കടന്നു, പുറത്തിരുട്ടായിരുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൽ നിന്ന് അവൻ അകന്നുപോയി. ക്രിസ്തുവിൽ നിന്ന് അപ്പം സ്വീകരിച്ച് അവൻ്റെ ഉള്ളിൽ പിശാച് പ്രവേശിച്ചു. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച പരിശുദ്ധ കൂദാശ ഞങ്ങളുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇതൊക്കെ വല്ല അറിഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. നീ സ്വീകരിച്ച പരിശുദ്ധ കൂദാശ നിന്റെ ശിക്ഷാവിധിക്ക് കാരണമാകും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അയോഗ്യതയോടുകൂടി ബലിയർപ്പിക്കുന്ന പുരോഹിതനെ കുറിച്ച് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുക, അവനൊരു പടയാളിയാണ്. ക്രിസ്തുവിന്റെ മാർവിലേക്ക് കുന്തമാഴ്ത്തിയ, അവന്റെ മുറിവിലേക്ക് തുപ്പിയ, അവനെ നിന്ദിച്ച ഒരു പടയാളിയാണ്. അതുപോലെ ക്രിസ്തുവിന്റെ നിന്ദകരും പീഡകരും അവന്റെ ബലിയിൽ അവന് ചുറ്റും നിന്ന് അവനെ വേദനിപ്പിക്കുന്ന ഒരു കൗതുക കാഴ്ചയും മാമാങ്കവുമായി മാറുന്നു പരിശുദ്ധ ബലി. മഞ്ഞാക്കലച്ചൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെക്കേന ടെലിവിഷനിൽ പങ്കുവച്ച ഒരു കാര്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. അച്ഛൻ പറഞ്ഞെങ്ങനെയാണ്, കേരളത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയുടെ എണ്ണം അധികമാണ്, ബലിയിൽ സംബന്ധിക്കുന്ന ജനങ്ങളുടെ കൂട്ടവും അധികമാണ്. എന്നാൽ അർപ്പിക്കപ്പെടുന്ന ബലിയുടെ യോഗ്യത നമ്മൾ സ്വീകരിക്കുന്നില്ല. അതായത് നമ്മൾ വിചാരിക്കരുത്, വന്ന് നമ്മൾ നാവ് നീട്ടി കുർബാന ഉൾക്കൊണ്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ആളാണ്, ഇത് നമുക്ക് സംഗതി ഇങ്ങനെ അങ്ങ് പോന്നോളും. വിശുദ്ധ ഫൗസ്റ്റീൻ ഒരു ദിവസം ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ, അച്ഛനിങ്ങനെ അപ്പം എടുത്ത് വാഴ്ത്തി കുസ്തോതിക്കകത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു ഓസ്തി മാത്രം ജീവനോട് തുടിക്കുകയാണ്. വൈദികൻ കൃത്യമായി ആ തുടിപ്പുള്ള ജീവനുള്ള ആ മാംസം വിശുദ്ധയുടെ കരങ്ങളിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. വിശുദ്ധയ്ക്ക് അത്ഭുതമായി. ഈശോയോട് വിശുദ്ധ ചോദിച്ചു, എന്തുകൊണ്ടാണ് കൃത്യമായി ആ ഓസ്തി എനിക്ക് തന്നെ തന്നത്? ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് പറയുകയാണ്, മകളെ, ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത് നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത് പോലെ അല്ല. ജീവനോടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യമല്ല നമ്മുടെ ഉള്ളിലേക്ക് പലപ്പോഴും കടന്നു വരുന്നത്. എത്രയോ തവണ വിശുദ്ധയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധ കുർബാന സക്രാരിയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെന്നറിയാമോ? ഇൻസിനു ജേസു എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, വൈദ്യർക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. അവന്റെ വശത്തിൽ യോഹന്നാൻ ചാരിക്കിടന്നതുപോലെ കിടക്കേണ്ടവരാണ് ഞങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുന്ന പുസ്തകമാണ്. കർത്താവിനെ കൂട്ടിരിക്കാൻ അവന്റെ കഠോര വേദന പരിശുദ്ധമ്മ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക്, കരുണയുടെ പ്രവാചകിയായ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, എന്റെ പുത്രന്റെ ബലി വ്രതാവിലായിപ്പോയി എന്നുള്ള വേദനയിലാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ എന്റെ കണ്ണിൽ നിന്ന് രക്തത്തുള്ളികൾ ഒഴുകിയിറങ്ങുന്നത്. അക്കിത്ത എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് 101 തവണയാണ് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഒഴുകിയിറങ്ങുന്നത്. ജപ്പാനിൽ ആ രൂപം ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യം ഇതാണ്, ദേവാലയങ്ങൾ ശൂന്യമാക്കപ്പെടും, വൈദികർ പോലും വിശ്വാസം ഉപേക്ഷിക്കും, വിശ്വാസ സമൂഹങ്ങൾ കക്ഷികളായി പക്ഷങ്ങളായി ചേർന്ന് സഭയ്ക്കുള്ളിൽ തമ്മിലടിക്കും. അമ്മ പറഞ്ഞ കാര്യമാണ്. ആ സമയം അന്ത്യകാല പ്രേക്ഷിതരെ അമ്മ തരികയാണ്.
അന്ത്യകാല പ്രേക്ഷിതർ. അന്ത്യകാല പ്രേക്ഷിതർ കേട്ടിട്ടുണ്ടോ? ഷെക്കീന ടെലിവിഷനിൽ ഒരു പ്രോഗ്രാമായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ട് അന്ത്യകാല പ്രേക്ഷിതർ. അതിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ ഒരു പ്രവചനം ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മ നരകത്തെ കൊള്ളയടിക്കുന്ന അന്ത്യകാല പ്രേക്ഷിതരെ തിരയുന്നു. ഇത് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ക്യാപ്ഷൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ പലരും എന്നോട് വിളിച്ച് ചോദിച്ചു, അച്ഛൻ എന്ത് മണ്ടത്തരായി പറയുന്നത്, നരകത്തെ കൊള്ളയടിക്കുന്ന അന്ത്യകാല പ്രേക്ഷിതർ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ ഭാവമാറ്റമൊന്നും കാണുന്നില്ലല്ലോ. നരകത്തെ കൊള്ളയടിക്കുന്ന അന്ത്യകാല പ്രേക്ഷിതരാകുവാൻ പരിശുദ്ധ അമ്മ നിങ്ങളെ ക്ഷണിക്കുന്നു. നരകത്തെ കൊള്ളയടിക്കുക. നരകത്തിൽ നമുക്ക് വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? നമ്മളുടെ ആത്മീയ സമ്പത്തുകളിൽ പലതും പിശാച് കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ ആത്മീയ കേന്ദ്രങ്ങളിൽ പിശാച് കൂടാരം അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ അന്ത്യകാല പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മ തിരയുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ ഒരു അവശിഷ്ട ഭാഗത്തെ അമ്മയോട് ചേർന്ന് വിശ്വസ്തരായി പരിത്യാഗത്തോടെ പ്രാർത്ഥനയോടെ ജാഗരണത്തോടെ ദൈവകരുണയ്ക്കായി കർത്താവിൻ്റെ മുമ്പിൽ കരമുയർത്തി ഈ ആത്മീയ പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് യുദ്ധം ചെയ്യുന്ന അന്ത്യകാല പ്രേക്ഷിതരാകുവാൻ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കൂദാശകൾ നമുക്ക് അനുഭവമാകണം. നമ്മൾ ഈ വചനം ഇങ്ങനെ കേട്ടിരുന്നത് കൊണ്ട് ശിഷ്യന്മാരുടെ അവസ്ഥയാകത്തുള്ളൂ. എമൗസിലേക്ക് ഓടും, വല ചുരുട്ടിയെടുത്ത് കഷത്തി വെച്ച് പോകും, അങ്ങനത്തെ പല അവസ്ഥകൾ വരും. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കാണപ്പെടുന്ന സാന്നിധ്യമായ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അവിടുത്തെ ആരാധിക്കാൻ പോവുകയാണ്. മോശ വാഗ്ദത്ത പേടകം സൂക്ഷിച്ചിരുന്ന സാക്ഷ്യപേടകത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ഓരോരുത്തരും താങ്കളുടെ കൂടാരങ്ങളിൽ പുറത്തുനിന്ന് മോശ പ്രാർത്ഥിക്കുമ്പോൾ ഈ സാക്ഷ്യപേടകത്തിന് മുകളിലേക്ക് നോക്കുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കാണപ്പെടുന്ന സാന്നിധ്യം മേഘമായി ആ കൂടാരത്തെ ആവരണം ചെയ്ത് നിൽക്കുമായിരുന്നു. ജനം അത് കണ്ടുകൊണ്ട് കമിഴ്ന്ന് വീട് കിടന്ന് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കാണപ്പെടുന്ന സാന്നിധ്യം ഷെക്കേന. പഴയ നിയമത്തിൽ ഷെക്കേന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കാണപ്പെടുന്ന സാന്നിധ്യമാണ്. അവിടുത്തെ കാണപ്പെടുന്ന സാന്നിധ്യമായ പരിശുദ്ധ കുർബാനയിലെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് കൃപകൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവത്തോട് ചേർത്ത് വെച്ച് നമുക്ക് രൂപപ്പെടുത്താം.